ആർട്സ് ആൻഡ് സയൻസ് സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി തുമ്പികളുടെ വർണ്ണപ്രപഞ്ചം എന്ന വിഷയത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയവുമായി നമ്മളോട് സംവദിക്കാൻ വന്നിരിക്കുന്നത് ശ്രീ വിവേക് 11 വർഷമായിട്ട് തുമ്പികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീ മുഹമ്മദ് ഹനീഫ്, അദ്ദേഹം ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകനാണ്. വിവേക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വൈൽഡ് ലൈഫ് സയൻസിൽ അധ്യാപകനായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു വരുന്നു. ഇപ്പോൾ തുമ്പികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആർട്സ് ഫെസ്റ്റിവലിൽ എങ്ങനെ തുമ്പി വന്നു എന്ന് പറഞ്ഞു തുടങ്ങാം. നമ്മൾ എല്ലാ കലയായാലും സാഹിത്യമായാലും ഇതെല്ലാം പോട്ടെ, ഒരു കുട്ടി ജനിച്ച് ചുറ്റുപാടുകളെ കണ്ടറിയാൻ തുടങ്ങുന്ന സമയത്ത് ആ കുട്ടിയുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു ജീവി കൂടിയാണ് തുമ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും, ഒന്നാം നാം കൊച്ചു തുമ്പി, ചെറിയ കുട്ടികൾ പാടി നടന്നിട്ടുണ്ട്. അതുപോലെ തുമ്പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കവിതകൾ കുട്ടികൾ പാടി നടക്കാറുണ്ട്. ഇതുകൂടാതെ നിങ്ങൾ മയ്യപ്പുഴയുടെ തീരങ്ങളിൽ എന്ന മുകുന്ദൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാവും, അതിലും തുമ്പികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതുകൂടാതെ നമ്മളെ ഒരുപാട് ഫിലിം സോങ്ങിൽ തുമ്പി വരുന്നുണ്ട്. കണ്ണാം തുമ്പി പോരാമോ, തുമ്പി വാ തുമ്പക്കുടത്തിൽ, ഒരുപാട്. അപ്പം ഇങ്ങനെ കലയിലും സാഹിത്യത്തിലും എല്ലാം നമുക്കറിയുന്ന ഇതുപോലെ ഒരു കലാരൂപം കൂടിയുണ്ട്. തുമ്പിത്തുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപം, ഒരു നാടൻ കലാരൂപം കൂടിയുണ്ട്. അപ്പം ഇതിലെല്ലാം നമുക്ക് കേട്ടു പരിചയമുള്ള കണ്ടു പരിചയമുള്ള തുമ്പികളെക്കുറിച്ച് അല്പം ശാസ്ത്രീയമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എത്ര തരം തുമ്പികൾ, നമ്മൾ ഒരുപാട് തരം തുമ്പികളെ കാണുന്നുണ്ട്, എത്ര തരം തുമ്പികളുണ്ടെന്നുള്ളത് നമുക്ക് ശ്രീ വിവേകിനോട് ചോദിക്കാം. എത്ര തരം തുമ്പികൾ എന്നുള്ളത് ഇപ്പോഴും ശാസ്ത്രജ്ഞർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏത് സ്ഥലം എന്നുള്ളത് അനുസരിച്ചിരിക്കും. നമുക്ക് ലോകത്ത് ഇപ്പോൾ ഇന്നത്തെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 6442 കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 6400-ലധികം എന്ന് പറയാം, കാരണം അത് മാറിക്കൊണ്ടിരിക്കും. പുതിയ ഇനം തുമ്പികളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ ഇന്നേ വരെ 189 ഇനം തുമ്പികളെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 500-ൽ പരം തുമ്പികളെ. ഇപ്പം നമ്മൾ തുമ്പികളെന്ന് പറയുമ്പോൾ ശരിക്കും 2 തരമാണ് നമുക്ക് പരിചയമുള്ള തുമ്പികൾ. ശരിക്കും കല്ലൻ തുമ്പികൾ, സൂചി തുമ്പികൾ. നിങ്ങൾ ചെറുപ്പത്തിൽ തുമ്പികളെ പിടിച്ച് കളിച്ചിട്ടുള്ള ഒരു ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അത്തരം കളികളൊക്കെ കുറവാണ്. കുറച്ച് ക്രൂരമായിട്ടുള്ള ഒരു വിനോദമാണ് നമ്മളതിൻ്റെ വാലിൽ നൂല് കെട്ടി പറപ്പിക്കുക അല്ലേ, പട്ടം പോലെ. അത് പക്ഷേ ശരിക്കും വാലല്ല, അതിൻ്റെ ഉദരാണ്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുരങ്ങിൻ്റെയോ മറ്റോ വാല് പൊട്ടിപ്പോയാലും ചിലപ്പോൾ അതിന് വലിയ പരിക്കൊന്നും പറ്റില്ല, ജീവിച്ചൊന്നും വരാം. പക്ഷെ തുമ്പിയുടെ ആ വാല് എന്ന് പറയുന്ന ഭാഗം ശരിക്കും ഉദരാണ്. അതിൻ്റെ ഒരുപാട് ആന്തരിക അവയവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ ജീവിക്കാൻ പറ്റില്ല. എന്തായാലും അത് നമ്മൾ പിടിക്കാറുള്ളത് കല്ലൻ തുമ്പിയാണ്. വലിയ തുമ്പി, കണ്ടു കഴിഞ്ഞാൽ കല്ലൻ, പേര് സൂചിപ്പിക്കുന്ന പോലെ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതേപോലെ തന്നെ സൂചിത്തുമ്പി ഉണ്ട്, നമ്മൾ ഡാംസൽ ഫ്ലൈസ് എന്ന് പറയുന്നത്. ഇത് എളുപ്പത്തിൽ തിരിച്ചറിയുന്ന വെച്ചാൽ കല്ലൻ തുമ്പികൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ചിറക് വിരിച്ചാണ് ഇരിക്കുക, ചിറക് തുറന്നു വെച്ചിരിക്കുക. സൂചിത്തുമ്പികൾ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ ചിറക് മടക്കി ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന സൂചിത്തുമ്പികളുണ്ടാവും. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന തുമ്പികൾ. ഇത് കൂടാതെ തുമ്പികൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒഡനാറ്റ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് വരിക. അതിൽ വേറെ ഒരു വിഭാഗം കൂടി ഉണ്ട്. നമ്മൾ ബയോളജിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിയമം പറഞ്ഞ് നിർത്താൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു എക്സെപ്ഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പക്ഷികളും പറക്കും എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷികളും പറക്കുമോ? ഇല്ല. അപ്പോൾ അതേപോലെ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഡ്രാഗൺ ഡാംസൽസ്. ഇപ്പോൾ സൂചിത്തുമ്പിയിലെ ഡാംസൽ ഫ്ലൈസ് എന്ന് പറയും, കല്ലൻ തുമ്പികൾ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയും. ഇത് കൂടാതെ അതിൻ്റെ ഇടയിലുള്ള ഡ്രാഗൺ ഡാംസൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതാകെ 3 ഇനം തുമ്പികളെ ആ ഒരു വിഭാഗത്തിൽ പെട്ടുള്ളൂ. നമുക്ക് ഇന്ത്യയിൽ ആകെ ഒന്നേ ഉള്ളൂ, അത് ഡാർജിലിങ്ങിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. കല്ലൻ തുമ്പിയും സൂചി തുമ്പിയാണ് നമുക്ക് ഉള്ളത്. ഇതാണ് തുമ്പികളുടെ ഒരു ഓവറോൾ പറയാനുള്ളത്. പിന്നെ തുമ്പികളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഹലോ, ഈ തുമ്പികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ജീവിയാണ്. ഈ ജീവിക്ക് നമ്മുടെ പരിസ്ഥിതിയിൽ എന്തെങ്കിലും റോളുണ്ടോ? അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? നമ്മൾ ഇപ്പം വിവേക് പറഞ്ഞ പോലെ നമ്മളും തുമ്പികളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നുള്ളത്, നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ തുമ്പീനെ പിടിച്ചിട്ടുണ്ടാവും. ഈ വിവേക് പറഞ്ഞ പോലെ തുമ്പീനെ കൊണ്ട് ചിലപ്പോൾ കല്ലെടുപ്പിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഈ തുമ്പി എന്തുകൊണ്ട് കല്ലെടുക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്കത് അവസാനം ഞാനത് ആർക്കെങ്കിലും സംശയം വരികയാണെങ്കിൽ പറയാം. വേറൊരു നമ്മൾ ചെയ്തിരുന്നു, ഇപ്പം വിവേക് പറഞ്ഞു അതുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ ഉദരമൊക്കെ കട്ട് ചെയ്ത് പിന്നെ നൂല് കയറ്റി വിടുന്നതൊക്കെ. അപ്പം അതിനേക്കാളും കുറച്ചുകൂടെ ഒരുപടി അപ്പുറത്താണ് നമ്മളൊക്കെ ചെയ്തിരുന്നത്. അതിൻ്റെ ഈ വാല് മുറിച്ചിട്ട് അതിലേക്കൊരു പച്ച ഈർക്കിൽ കയറ്റിയിട്ട്
പറത്തി വിടുകയാണ് നമ്മളെ നാട്ടിലെ പിള്ളേരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അതായിരുന്നു നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നുള്ള ബന്ധം എന്ന് പറയുന്നുള്ളത്. അപ്പം പരിസ്ഥിതിയിൽ ഈ തുമ്പികൾ നമ്മൾ വളരെ പാവത്തന്മാരും പറക്കുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രിഡേറ്റേഴ്സാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രിഡേറ്റേഴ്സാണ്. ആ പ്രിഡേറ്റേഴ്സ് പറന്ന് നടക്കുന്ന എന്തിനേയും പിടിക്കും, ഏത് ജീവികളെ വേണേൽ പിടിക്കും. അത് പരസ്പരം പിടിച്ചു തിന്നാം, അതിന് തിന്നാൻ പറ്റുന്ന, അതിന് വായിക്കൊള്ളാൻ പറ്റുന്ന എന്തിനേയും അത് പിടിച്ചു തിന്നും. ചിലപ്പം ആണ് പെണ്ണിനെ പിടിച്ചു തിന്നും, പെണ്ണ് ആണിനെ പിടിച്ചു തിന്നും. അപ്പം ഇതിലൊരു കാര്യം, പൊതുവേ നമ്മൾ എപ്പോഴും തുമ്പികളെ കാണാറുള്ളത് ഏതെങ്കിലും പൂവുമായി ബന്ധപ്പെടുത്തിയിട്ട ഒരു പാട്ടിൽ പോലും ഉണ്ട്, ഈ ചെങ്കദളി പൂവിൽ തേൻ ഉണ്ണുവാൻ വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പൂവുമായിട്ട് വല്ല ബന്ധവും ഇല്ല. ഇതിന് നമ്മൾ തുമ്പിയുടെ പ്രധാനപ്പെട്ട ഇക്കോളജിക്കൽ റോള് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുള്ളത് ഇത് ഒരു അപ്പെക്സ് പ്രിഡേറ്ററാണ്. പല എക്കോസിസ്റ്റത്തിലെയും അപ്പെക്സ് പ്രിഡേറ്റേഴ്സാണ്. തുമ്പികൾ വെള്ളത്തിലിരിക്കുന്ന ലാർവയായിരിക്കുന്ന സമയത്തും പറന്ന് നടക്കുന്ന സമയത്തും ഇത് പിടിച്ചു തിന്നുന്നുള്ളത് പിന്നെ മറ്റുള്ള ജീവികളെയാണ്, അതിന് തിന്നാൻ പറ്റുന്ന ജീവികളെ തിന്നും. അപ്പം പറന്ന് നടക്കുന്ന തുമ്പികളാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള പെസ്റ്റുകളെയും, പ്രത്യേകിച്ചിട്ട് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പെസ്റ്റുകളെ പിടിച്ചു പൊതുവിൽ നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അതായത് ആ ഫുഡ് ചെയിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ തുമ്പികൾ എന്ന് പറയുന്നുള്ളത്. പിന്നെ വളരെ നല്ല എന്താ പറയുക ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സാണ്, അതായത് ഫ്രഷ് വാട്ടേഴ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സായിട്ട് നമുക്ക് തുമ്പികളെ പറയാൻ പറ്റും. കാരണം തുമ്പികളുടെ എണ്ണം നമ്മൾ സൂചിപ്പിക്കുന്ന അവിടെ നല്ല ഫ്രഷ് വാട്ടർ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. ഈ പൂന്തേൻ ഉണ്ണുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും തുമ്പികളെ കാണുന്നുള്ളത് പൂവിലിരിക്കുന്ന തുമ്പി, അപ്പം വെറുതെ പൂവിൽ വന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം പൂന്തേനുണ്ണാനായിരിക്കും എന്നാണ് വിചാരിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് കാരണം കൊണ്ടായിരിക്കും. ഈ തുമ്പികൾ ഇരപിടിയന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഏതാണോ നല്ല ഹൈറ്റുള്ള ഭാഗം, അപ്പോൾ ഹൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റുഭാഗം വീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പം ഡാലിയ അല്ലെങ്കിൽ സീനിയൊക്കെ അല്ലെങ്കിൽ കോസ്മോസ് ഒക്കെ പൂവുണ്ടെങ്കിൽ അതിലേറ്റവും മുകളിൽ പൊങ്ങി നിൽക്കുന്നുള്ള ഭാഗം പൂവാണ്. അപ്പോൾ അതിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ആ ഇരിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം മാത്രമായിരിക്കും എന്ത് തുമ്പി എന്ന് പറയുന്നുള്ളത്, പൂവ് എന്ന് പറയുന്നുള്ളത്. ആ പൂവിൽ ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പൂവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്കുള്ള പോളിനേറ്റേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്, ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ അതല്ലേ നമുക്ക് കുറച്ചുകൂടെ നല്ലത് എന്നുള്ള രീതിയിലായിരിക്കും. അതായിരിക്കണം ഈ പൂവിൻ്റെ മുകളിൽ തുമ്പി വന്നിരിക്കുകയും അതിനെ നമ്മൾ തേനുണ്ണാൻ വന്ന തുമ്പികളാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുള്ളത്. പരിസ്ഥിതിയിൽ ഈ പറഞ്ഞ പോലെ അപ്പെക്സ് പ്രിഡേറ്റേഴ്സാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് ആ ഫുഡ് ചെയിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ തുമ്പികൾ പലതിനെയും പിടിച്ചു തിന്നു എന്ന് മാത്രമല്ല, തുമ്പികളെ തിന്നുന്ന കുറേ ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വേലിത്തട്ട എന്നൊക്കെ പറയുന്ന പക്ഷികളെ ഏതൊരു ഫോട്ടോ കണ്ടാലും നമ്മളിങ്ങനെ ഇതിലൊക്കെ ബീഡി ചുണ്ടിലിരിക്കുന്ന പോലെ എല്ലാ വേലിത്തത്തയുടെ ചുണ്ടിൽ ഇരിക്കുന്നതായിരിക്കും ഒരു തുമ്പി. ശ്രദ്ധിച്ചാൽ മനസ്സിലായി, അതിൻ്റെ ചിറക് നമുക്ക് കാണാൻ പറ്റും. വേലിത്തത്തയായാലും നമ്മളിപ്പം കാക്കത്തമ്പുരാട്ടി എന്നൊക്കെ പറയുന്നൊക്കെ ആണെങ്കിൽ ഇരപിടിക്കുന്ന പ്രാണികളുടെ എല്ലാത്തിൻ്റെയും വായയിൽ ഓരോ തുമ്പികളെ കാണാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ഭക്ഷണം കൂടിയാണ് ഈ തുമ്പികൾ. അപ്പം തുമ്പികൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരുപാട് ഇൻസെക്റ്റുകൾ, മറ്റുള്ള ഇൻസെക്റ്റുകൾ കൂടും. അതുമാത്രമല്ല ഇങ്ങനെയുള്ള പക്ഷികൾക്കുള്ള ഭക്ഷണം, മറ്റുള്ള ജീവികൾക്കുള്ള ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നു ഇതിൽ പ്രധാനമായിട്ടുള്ള ഇക്കോളജിക്കൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഹനീഫ് പറഞ്ഞതായിട്ട് ചേർത്തി ഒരു കാര്യം പറയാം. പെട്ടെന്ന് പറഞ്ഞു പോയി, എത്ര പേരുടെ ശ്രദ്ധയിൽ വന്നു എന്നറിയില്ല. അത് തുമ്പികൾ വെള്ളമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്, നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പല പാഠപുസ്തകത്തിലും പണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയാന വളർന്നാണ് തുമ്പിയാവുന്നതെന്നുള്ളത്. അത് ശരിയാണോ? അല്ല. പിന്നെന്താ, തുമ്പികൾ മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണ്. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ അത് അത്രയും മലിനീകരണം ഇല്ലാത്ത വെള്ളം എന്നുള്ള അർത്ഥമല്ല ഉള്ളത്. പല തുമ്പികൾക്കും കുറച്ച് മലിനമാക്കപ്പെട്ട വെള്ളം പ്രിഫർ ചെയ്യുന്ന തുമ്പികൾ വരെ ഉണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തെ തുമ്പികളെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും അവിടുത്തെ ശുദ്ധജലത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ ഈ തുമ്പികൾ ലാർവയായിട്ടിരിക്കുമ്പോഴും ഇരപിടിയന്മാരാന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. നമ്മൾ ചിലപ്പോൾ തുമ്പികളായിട്ട് പറന്നു നടക്കണേക്കാൾ കൂടുതൽ കാലം വെള്ളത്തിൽ ലാർവയായിട്ട് ഉണ്ടാവുക. അത് ശുദ്ധജലം, അതായത് കുളങ്ങൾ, കെട്ടി നിൽക്കുന്ന വെള്ളം, അരുവികൾ, ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ മുട്ടയിടുന്ന വേറൊരാളുണ്ട് അല്ലേ, ആരാ? കൊതുക്. അപ്പോൾ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിലും ശരിക്കും തുമ്പികൾക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം അവരുടെ തുമ്പികളുടെ ലാർവ ഭക്ഷിക്കുന്നത് കൂത്താടികളെയാണ്. കൂത്താടികൾ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക, കൊതുകുകളുടെ ചെറിയ ഫോംസ്. ഓക്കെ, അപ്പോൾ അതും കൂടെയാണ് അവരുടെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം എന്ന് പറയാം.
വിവേകിനോട് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഭൂമിയിൽ ഇത്ര ജീവജാലങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് വിവേക് തുമ്പിയിൽ വന്നത്? തുമ്പിയിലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? പുതിയ സ്പീഷീസ് ഒക്കെ പബ്ലിഷ് ചെയ്തല്ലോ, അപ്പം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാവോ? തുമ്പികൾ ഓക്കെ, ഞാൻ ശരിക്കും തുമ്പികളിൽ നിന്ന് തുടങ്ങിയ ഒരാളല്ല. ഈ 10-14 വയസ്സുള്ള സമയത്ത് സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ പോകുമ്പോൾ ശരിക്കും ഞാൻ നേച്ചർ ക്ലബിലൊന്നും ഇല്ല, പക്ഷേ ടൂറിൽ നിന്ന് കേട്ടപ്പോൾ ചാടി കയറി പോയതായിരുന്നു. പിന്നെ എനിക്കപ്പോൾ പക്ഷികളോടൊരു ഇഷ്ടം വന്നു. പക്ഷികളാണല്ലോ പെട്ടെന്ന് മനുഷ്യർക്ക് പെട്ടെന്ന് നമുക്ക് എവിടെ ചെന്നാലും പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പക്ഷികളെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ കുറേ നാൾ പക്ഷികളെ പഠിച്ച് നടന്നു. ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു. പഠിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിരീക്ഷിച്ച് നടന്നു കാടുകളിലും പാടങ്ങളിലും എല്ലാം. കേരളം ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്, കേരളത്തിലും പുറത്തും പോയിട്ടുണ്ട് അപൂർവമായിട്ട്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി, അതായത് പക്ഷികളെ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു ജീവിവർഗ്ഗമാണ് തുമ്പികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തുമ്പികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതേപോലെ തന്നെ പക്ഷികൾക്ക് നമ്മൾ കാക്ക, മൈന എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തുമ്പികൾക്കും പേരുണ്ട്, നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാം. പരിസരത്ത് കണ്ടു തുടങ്ങി, അപ്പോൾ അതൊക്കെ അവരുടെ ഫോട്ടോസ് എടുത്തു തുടങ്ങി. പിന്നെയാണ് വായിച്ചു തുടങ്ങിയത്. തുമ്പി നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് ഇടയ്ക്ക്, പക്ഷികളെ നോക്കി നടക്കുമ്പോൾ ചിലപ്പോൾ പാടത്തൊക്കെ കാണുന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടോ അതിനെക്കുറിച്ച് പഠിക്കണമെന്നോ തോന്നിയിട്ടില്ല. പക്ഷേ ചില സീസണിൽ കാണാതെ ആവുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ വായിച്ചു തുടങ്ങി കുറച്ച്, ഇതെന്താ കാണാതെ ആവുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ സുവോളജി പഠിച്ചു തുടങ്ങി, ശരിക്കും ഡിഗ്രി സുവോളജി പഠിക്കുന്ന സമയമൊക്കെ ആയി തുടങ്ങി. തുമ്പികൾ കുറച്ചെങ്കിലും താല്പര്യം വന്നു തുടങ്ങിയപ്പോൾ. പക്ഷെ അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് മുട്ടയിടുന്നത് വെള്ളത്തിലാണെന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകരെ കുറ്റം പറയില്ല, ചിലപ്പോൾ അത് നമ്മളെ തലയിൽ രജിസ്റ്റർ ആവാത്തായിരിക്കാം. നമ്മൾ പലരും പഠിക്കുന്ന പരീക്ഷ പാസ്സാവാനാണെന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് തലയിൽ അങ്ങനെ രജിസ്റ്റർ ആയിട്ടില്ല. അപ്പോഴാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് പിന്നെ വളർന്ന് തുമ്പിയാവുന്നതെന്നും. പിന്നെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും എളുപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക തുമ്പികളെ നോക്കിയാലാണെന്നും കൂടെ മനസ്സിലായി. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇവർക്ക് ചെറിയ ലൈഫ് സൈക്കിളുകളാണ്, ജീവചക്രം വളരെ ചെറുതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ കാണുന്ന തുമ്പികൾ മിക്കതും ഒരു വർഷം തന്നെ 2-3 ലൈഫ് സൈക്കിൾ ജീവചക്രങ്ങൾ ഉണ്ടാവും അവർക്ക്. അതായത് മുട്ടയിട്ട് അതിൽ ആർവയായി തുമ്പിയായി വിരിഞ്ഞ് അത് പിന്നെ മുട്ടയിട്ട് ലാർവയായി അങ്ങനെ 2-3 തവണ സംഭവിക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ആ ഒരു പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അത് ആ തുമ്പികളുടെ എണ്ണത്തിലും വൈവിധ്യത്തിലും പെട്ടെന്ന് പ്രതിഫലിച്ച് കാണും. അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ മാസ്റ്റേഴ്സ് എൻവയോൺമെൻറ്റ് സയൻസിലായിരുന്നു. പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളൊരു ഒരു ചിന്ത വന്നപ്പോഴാണ് ശരിക്കും തുമ്പികളിൽ കൂടുതൽ ഫോക്കസ് വന്നത്. അത് അത്ര എളുപ്പത്തിൽ നമുക്ക് ശരിക്കും തെർമോമീറ്റർ വെച്ച് ഒരാളുടെ താപനില നമുക്ക് അളന്നെടുക്കാവുന്ന പോലെ ശരിക്കും പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ രസകരമായിട്ടുള്ള പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പികളുടെ വർഗീകരണ ശാസ്ത്രം, ടാക്സോണമി, പുതിയ ഇനങ്ങളെ കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. എനിക്ക് അവരുടെ ശരിക്കും സ്വഭാവ സവിശേഷതകൾ പഠിക്കാനും അവരുടെ പാരിസ്ഥിതിക പ്രാധാന്യം പഠിക്കാനൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഈ വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമാണ്. നമുക്ക് ഏത് തുമ്പി എന്ന് പറഞ്ഞാലല്ലേ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ് ശരിക്കും ടാക്സോണമി അല്ലെങ്കിൽ ഇതിൻ്റെ വർഗീകരണ ശാസ്ത്രത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രേസർ സായിപ്പന്മാരുടെ കാലത്താണ്, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ശരിക്കും തുമ്പികളെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് റെഫർ ചെയ്യുന്ന ചില ബൈബിൾ പോലെ റെഫർ ചെയ്യുന്ന തുമ്പി ശാസ്ത്രത്തിൻ്റെ റെഫർ ചെയ്യുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്ന് FC ഫ്രേസർ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകമാണ്. അപ്പം നമ്മൾ ധരിച്ചിരുന്നത് എന്താ വെച്ചാൽ ഓക്കെ ഇദ്ദേഹം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ശാസ്ത്രം വളർന്നു, നമുക്ക് കൂടുതൽ നല്ല മൈക്രോസ്കോപ്പുകൾ വന്നു, കൂടുതൽ നിരീക്ഷകർ വന്നു, നമുക്ക് കൂടുതൽ കാടുകളിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അത്തരം അവസരങ്ങൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുവരെ കണ്ടെത്താത്ത തുമ്പികൾ ഇനിയുണ്ട്. അത് ശാസ്ത്രത്തിന് അറിയില്ല, ഇതിനൊരു പേരിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ കാക്ക, മൈന എന്നൊക്കെ പറയുന്ന പോലെ പല തുമ്പികൾക്കും പേരില്ല, അതെന്താണെന്ന് ശാസ്ത്രലോകത്തിന് അറിയില്ല. അപ്പം അത്തരം തുമ്പികളെ ഇപ്പോൾ 10ഓളം തുമ്പികളെ കണ്ടെത്താൻ ആയി എന്നുള്ള വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പക്ഷേ ഇനി ഉണ്ടാവും തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. ഇനി രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്പി ഇപ്പം ഇനി നമ്മുടെ പാടങ്ങളിലും പറമ്പുകളിലും കാണുന്നതിലുപരി പുതിയ ഇനം തുമ്പികളെ കണ്ടെത്താൻ സാധ്യതയുള്ള കാടുകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാടുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ തുമ്പിയെ തേടി പോകുമ്പോൾ ചിലപ്പോൾ തുമ്പിക്കൈയും കാണും എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അതൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരു തുമ്പി കണ്ടെത്തിയത് 2020 കൊറോണയുടെ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം, എൻ്റെ സുഹൃത്താണ് റജി ചന്ദ്രൻ എന്ന് പറയും, തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ആളുടെ വീടും പറമ്പും ഇരിക്കുന്നത്. അപ്പോൾ ആ പറമ്പിൽ ശരിക്കും ഇഷ്ടംപോലെ തുമ്പികളുണ്ട് പരിസരത്ത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഈ മൃഗങ്ങൾക്ക് അതിർവരമ്പുകളില്ലല്ലോ, ഇവർ കാട് കടന്ന് ചിലപ്പോൾ ഈ പറമ്പുകളിലേക്ക് വരും. അപ്പോൾ ഇതൊരു കുഴി പോലൊരു സ്ഥലത്ത് ഒരു 2020 അവനൊരു ചിത്രം പകർത്തുണ്ടായി എൻ്റെ സുഹൃത്ത്. അപ്പോൾ അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് വേറൊരു തുമ്പിയാണ്, ശാസ്ത്രലോകത്തിന് അറിയില്ല. അപ്പോൾ നമ്മളത് കണ്ടെത്താനുള്ള പിന്നെ നിരന്തരം ശ്രമമായി. പിന്നെ കോവിഡിൻ്റെ ഇടയിലും ഒക്കെ മാസ്ക് ഒക്കെ വെച്ച് പോയിരുന്നു ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീടുള്ള 2 വർഷത്തും നമുക്കത് കണ്ടെത്താൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സീസണിലാണ് ഇത് കാണപ്പെടുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. 2 അവിടെ പോയി അതിനെ ഒന്ന് പിടിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം അതൊരു കുണ്ട് പോലെ ഒരു സ്ഥലമാണ്, അവിടെ വെള്ളക്കെട്ടുകളുണ്ട്, അവിടേക്ക് സ്ഥിരമായിട്ട് ആനകളും വന്നിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു 4-5 വർഷം നമ്മൾ ഓരോ മാസം മാറി മാറി ഇടവേളയിട്ട് പോയി നോക്കിയിരുന്നു. മെയ് മാസം പോയി, പിന്നെ അടുത്ത വർഷം ചിലപ്പോൾ ജൂണിൽ പോയി നോക്കും. അങ്ങനെ പോയി കഴിഞ്ഞ വർഷം ആണ് അതിനെ ആ പുതിയൊരു തുമ്പിയായിട്ട് അതിനെ നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും പറ്റിയത്. അതാണ് ഒരു ഓർമ്മയുള്ളത്. പിന്നെയും ഇതല്ലാതെ പുതിയ ഇനങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുന്നേ തൃശ്ശൂർ വാഴച്ചാൽ ഭാഗത്ത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ചെറിയ കാടിനോട് ചേർന്ന് ചെറിയ കുളങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് തുമ്പികളുള്ള സ്ഥലത്ത് പലപ്പോഴും നമ്മൾ തുമ്പികളെ കാണും, പിന്നെ ഒരു ആവേശമാണ് പക്ഷികളെ പോലെ തന്നെ. നമ്മൾ അതിലൊക്കെ ഇറങ്ങി നിന്നിട്ടൊക്കെയാണ് ചിത്രങ്ങൾ എടുക്കുക. വെള്ളത്തിൽ കുളങ്ങളിലൊക്കെ ഇറങ്ങി നിന്ന് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഒരു തവണ വാച്ചർ ഇങ്ങനെ ഓടി വന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ തുമ്പികളെ ഒരു അപൂർവ ഇനം തുമ്പിയെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നമ്മൾ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ വനം വകുപ്പിൻ്റെ വാച്ചർമാർ കൂടെ വരില്ല. അപ്പോൾ ആൾ പറഞ്ഞ് ശ്രദ്ധിക്കാതെ നമ്മുടെ ഫോക്കസ് തുമ്പികളിലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആൾ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത്. ഒരു ചിന്നമിളി കേട്ടു. അപ്പോൾ കാട്ടുന്ന ഒരു ആന പെട്ടെന്ന് ഓടി വരികയാണ് ഉണ്ടായത്. അപ്പോൾ തവള ചാടുന്ന പോലെ ആ കുളത്തുനിന്ന് ചാടി ഇറങ്ങി ഓടിയതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട് തുമ്പികളെ പഠിക്കാൻ കാടുകളിലും പറമ്പുകളിലൊക്കെ നടന്നതിൻ്റെ. തീർച്ചയായും അനീപ് സാറ് ബോട്ടണി വിഭാഗം അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം ഈ ഫീൽഡിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള അനുഭവങ്ങളും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ബോട്ടണിയിൽ ഞാൻ ഫീൽഡിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫീൽഡിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ നേച്ചർ ക്യാമ്പുകൾ ഒരുപാട് പോകും. ഒരു വർഷത്തിൽ ചിലപ്പോൾ 4-5 നേച്ചർ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ആറളം വന്യജീവി സങ്കേതത്തിൽ തുമ്പി സർവേ ഉണ്ട്. അപ്പോൾ ഏത് സർവേ ആണെങ്കിലും പോകുന്ന കുറേ സർവേ തൊഴിലാളികൾ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക. അപ്പം എല്ലാ ക്യാമ്പിനും പോകും. അത് പൂമ്പാറ്റ സർവേ ആയാലും ശരി, തുമ്പി സർവേ ആയാലും ശരി, മറ്റേ ഫ്രോഗിൻ്റെ സർവേ എന്തായാലും ആംഫിബിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ പോകുമായിരുന്നു. അപ്പം ഈ തുമ്പിയുടെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർവേയിൽ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത ഫോട്ടോ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ZSIയിലെ ജാഫർ പാലോട്ട് സാറ്, VC ബാലകൃഷ്ണന്, നമ്മുടെ CG കിരൺ, ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇത് കക്കനൂര, ഇത് ഓർത്രീറ്റം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്കിതൊന്ന് നോക്കിയപ്പോൾ എല്ലാം ഒരേപോലെയാണ്. അപ്പം അവസാനം ഇത് എന്താ പറയുക, അഭിപ്രായം പറയാൻ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് എനിക്കൊന്നും മനസ്സിലായില്ല, ഒരു തുമ്പിനെ പോലും തിരിച്ചറിയാനുള്ള ഒരു ഇതിലായിരുന്നില്ല. അടുത്ത വർഷം ഞാൻ ഇത് എന്തായാലും പഠിച്ചു വരും. അപ്പം എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തൊരു കാര്യം നിങ്ങളാരും വിചാരിക്കുന്ന സാധ്യതയില്ലാത്ത സാധനമാണ്. ഞാൻ ബട്ടർഫ്ലൈനെ മുമ്പ് നോക്കിയിരുന്നു. അപ്പം ബട്ടർഫ്ലൈ നോക്കുമ്പം 300 എണ്ണം ഉണ്ട് ആ സമയത്ത്, 300-ലധികം ബട്ടർഫ്ലൈ. തുമ്പി അന്ന് 160 ഉള്ളൂ, പകുതി പഠിച്ചാൽ മതി. അപ്പം എണ്ണം കുറവാണ്. അപ്പം എൻ്റെ ഒരു മനസ്സിൽ ഓക്കെ എണ്ണം കുറവുള്ളല്ലോ, നമുക്ക് ഈ പേരാണെങ്കിൽ വായിക്കൊള്ളാത്ത. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം ഞാൻ കേട്ടൊരു പേര് എന്ന് പറയുന്നുള്ളത് അസിസോമ പനോർപോയിഡസ് എന്ന് പറയുന്നുള്ള നമ്മുടെ മകുടിവാലൻ തുമ്പിയൊക്കെയാണ്. അപ്പം എണ്ണം കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത് 160 ഉള്ളൂ, പഠിച്ചാൽ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം നോക്കിയപ്പോൾ എനിക്ക് അന്ന് തന്നെ 10-30ഓളം സ്പീഷീസ് കിട്ടി. ഒരാഴ്ചൻ്റെ ഉള്ളിൽ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് 70 സ്പീഷീസ് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ ഒരു 3 ദിവസം കൊണ്ട് 70 സ്പീഷീസ് കിട്ടിയപ്പോൾ ഞാൻ ബാക്കി 90 സ്പീഷീസ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിലേക്ക് വന്നത്. അതിനു മുമ്പ് ഞാൻ ബട്ടർഫ്ലൈനൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഇതിൽ വേറെ വിവേക് പറഞ്ഞ പോലെ എനിക്ക് കുറേ സങ്കടകരമായ കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പം കാട്ടിൽ പോയിട്ട് അനുഭവം, ആനനെ കണ്ട്, ആനയുള്ള ഭാഗത്ത് ഞാൻ സാധാരണഗതിയിൽ പോവാറേ ഇല്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കും ആ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ട്. പക്ഷേ ഞാൻ പോയിട്ട് നമ്മുടെ ടൈഗറിൻ്റെ മുമ്പിൽ പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഈ തുമ്പീനെ നമ്മൾ സാധാരണ ഞാൻ പ്രധാനമായിട്ട് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന 2 ആൾ, ഒന്ന് പാമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സ്ഥലത്ത് പോയപ്പം 2 സൈഡും നല്ല ഹൈറ്റുള്ള ഒരു കനാല് പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ കനാല് പോലെയുള്ള സ്ഥലത്ത് 2 സൈഡ് ഏകദേശം ഒരു 5 ഫീറ്റിലധികമുള്ള ഇതാണ് വെട്ട്. എനിക്ക് എന്തായാലും കയറാൻ പറ്റില്ല. ഞാനിങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ നേർക്ക് ഇങ്ങനെ മുമ്പിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുന്നു, മുമ്പിലെ വെള്ളത്തിലൂടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ തുമ്പിനെ നോക്കാൻ വേണ്ടി നമ്മളെപ്പോഴും തോട്ടിൽ പോകുന്ന സമയത്ത് മുമ്പിലൂടെ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, ഒരു പാമ്പ് വരുന്നുണ്ട്. അപ്പം ഏത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാലും നമ്മളെ മനസ്സിൽ ആദ്യം വരൽ മൂർഖനാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ അപ്പം വേറെ ഒന്നുമില്ല, നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ പരമാവധി. പക്ഷെ പാമ്പ് എന്നെ കണ്ട ടെൻഷനിൽ ഓടുന്നതാണ്, ഞാൻ പാമ്പിനെ കണ്ട ടെൻഷനിൽ ഓടുന്നതാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക, എനക്കും പാമ്പിന് രക്ഷപ്പെടാൻ വകുപ്പില്ല. അവസാനം ഞാൻ പരമാവധി അവിടെ പേടിച്ചിട്ടാണെങ്കിൽ മുമ്പിലോട്ടേക്ക് പോയി, പാമ്പ് തിരിഞ്ഞോടി എന്നുള്ള ഇതിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് കോവിഡിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ബ്രാഡിനോപൈഗ കോങ്കണൻസിസ്, നമ്മളെ മതിൽ തുമ്പി. അപ്പം ഇത്
മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ടീം പബ്ലിഷ് ചെയ്തതാണ് 2020 ആ സമയത്താണ്, കോവിഡിൻ്റെ ഏകദേശം ആ സമയത്ത്. ഇതിൻ്റെ പേപ്പർ വായിച്ചിട്ട് ഞാൻ മുറ്റത്തിറങ്ങിയിട്ട് ഞങ്ങളെ ഇൻ്റർലോക്കിൽ ഒരു തുമ്പി ഇരിക്കുന്നുണ്ട്. പുതിയ പബ്ലിഷ് വന്നതാണ്. മുമ്പിൽ ഒരു തുമ്പി ഇരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വേറെ ആരുമല്ല, ബ്രാഡിനോ പൈഗ കോങ്കണൻസിസ്. അപ്പം എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള മുറ്റത്തുള്ള തുമ്പീനെ മറ്റൊരാൾ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇതേപോലെ അവരെന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സെറിയാഗ്രിയോൺ ക്രോമോതൊറാക്സ് എന്ന് പറയുന്നുള്ള സിന്ധു ദുർഗ് ചതുപ്പൻ എന്ന് പറയുന്നുള്ളത് 2020 കാലത്തിലൊക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം വന്ന് നോക്കുമ്പോഴാണ് 2016 നമ്മളത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അതിനു മുമ്പ് ഇങ്ങനെ തുമ്പിനെ നോക്കുമായിരുന്നു. ഇങ്ങനെ നമ്മൾ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സർവേ പോലെ ചെയ്യായിരുന്നു. പിടിക്കുന്നത് മഹാപാപം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഇത് കണ്ട് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളും കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കുറച്ചുകൂടെ സ്പീഷീസിന്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ വേണ്ടി, അല്ലാണ്ട് തുമ്പിനെ പിടിക്കാനല്ല ഉദ്ദേശിക്കുന്നുള്ളത്. അങ്ങനെ അതിനുശേഷമാണ് കാണുന്നതിനൊക്കെ ശാസ്ത്രീയമായിട്ട് നമുക്ക് പഠിക്കണം, അതിനു വേണ്ടിയിട്ട് പിടിക്കണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഗ്രാജുവലി ഈ പറഞ്ഞ കൊങ്കണൻസസിനെ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു ലിംബേറ്റ എന്ന് പറയുന്നുള്ളൊരു ഇതിനെ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് നമ്മളൊരു നമ്മുടെ കുടക് ജില്ലയിൽ നിന്ന്, കൂർഗിൽ നിന്ന് ഒരു സൂര്യപ്രകാശി, പ്രോട്ടോസ്റ്റിക്റ്റ സൂര്യപ്രകാശി എന്ന് പറയുന്നുള്ള ഒരു തുമ്പീനെ ഡിസ്ക്രൈബ് ചെയ്ത്. എൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശി എന്ന് പേരിലേ ഉള്ളൂ, നല്ല തണലത്തിരിക്കുന്ന തുമ്പിയാണ് ഈ സൂര്യപ്രകാശി. അപ്പോൾ അതിന് ഞാൻ പേര് കൊടുക്കാൻ കാരണം എൻ്റെ ഒരു സാറിനോടുള്ള ആദരസൂചകമായിട്ട് കൊടുത്തതാണ്. സൂര്യപ്രകാശം എന്നല്ല ഉദ്ദേശിക്കുന്നത്, സൂര്യപ്രകാശി എന്നാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലേക്ക് എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ എണ്ണക്കുറവാണ്. പക്ഷെ പഠിച്ചു വന്നപ്പം അന്ന് 165 ഉണ്ടായത് ഇപ്പം ഏകദേശം 190 മാറിയിട്ടുണ്ട്. ഇപ്പം ഇതിനെ ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തുമ്പി അപ്പം പ്ലാന്റ്സിനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും നോക്കുന്നുള്ളത് തുമ്പീനെ തന്നെയാണ്. ശ്രീ വിവേകിനോടാണ്. നമുക്ക് കേരളത്തിനൊരു ഔദ്യോഗിക തുമ്പി ഉണ്ടോ? ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ വിവേകിൻ്റെ അനുഭവത്തിൽ നിന്ന് ഏത് തുമ്പിയായിരിക്കും നിർദ്ദേശിക്കുന്നുണ്ടാവുക? എനിക്ക് വേറെ സംശയമൊന്നുമില്ല, ഓണത്തുമ്പി ആയിരിക്കും ഞാൻ നിർദ്ദേശിക്കുക. കാരണം നമ്മളൊരു ഔദ്യോഗികമായിട്ട് ഒരു ജീവിയെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതെല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് അതിൻ്റെ രൂപം വരികയും വേണം. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു തുമ്പിയാണ്. ആരും കാണാത്ത, വർഷത്തിൽ ഒരിക്കൽ മാത്രം പൊന്തി വരുന്നൊരു ജീവിയായി കഴിഞ്ഞാൽ അതിന് വലിയ ഉപയോഗം ഉണ്ടാവില്ല. എല്ലാവരുടെയും മനസ്സിലത് വരണം. പിന്നെ അതിനൊരു പ്രാധാന്യം കൂടി ഉണ്ട്. എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക ശലഭം, ഔദ്യോഗിക മൃഗം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ തുമ്പിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് കൊടുക്കേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അധികം പേർക്കും അറിയില്ല. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് തലയാട്ടുന്നുണ്ടെങ്കിലും എനിക്കറിയില്ല, ഇതിലും ചിലപ്പോൾ ഈ കുഴിയാന വളർന്നാണ് തുമ്പിയായെന്ന് വിചാരിച്ചു തരുന്നവർ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഒരു ചർച്ച ഉണ്ടായി വരാൻ ശരിക്കും ഇത് സഹായിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഒരു ഔദ്യോഗിക തുമ്പിയായിട്ട് വേണമെങ്കിൽ ഓണത്തുമ്പിയെ കൊടുക്കാം. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് അത്രയും ലയിച്ചിരിക്കുന്ന വേറൊരു തുമ്പി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഹനീഫിന് വേറെ അഭിപ്രായം ഉണ്ടോ എന്നറിയില്ല. ഹനീഫിൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം അഭിപ്രായം വേറെയാണെന്ന്. എനിക്ക് ഈ ഓണത്തുമ്പി എന്ന് പറയുന്നുള്ളത് എനിക്കൊന്ന് വിവേക് പറഞ്ഞിട്ടുള്ളത് നമ്മളെ പൻഡാല അല്ല, റയോത്തമിസ് വരികേറ്റ അല്ലേ, പൂമ്പാറ്റത്തുമ്പി, ശലഭത്തുമ്പി എന്നൊക്കെ മലയാളത്തിൽ പേരുണ്ട് കേട്ടോ. പേരിടുന്നത് അതും രസമാണ്. ഈ തുമ്പിക്കൊക്കെ ആര് പേരിടുന്നു എന്നുള്ള ഇതാണ്. തുമ്പികളുടെ മലയാളം പേരുകളാണെങ്കിൽ കുറച്ച് പ്രശ്നമുള്ളതാണ്. ഈ ഓണത്തുമ്പിക്ക് ഞാൻ ഈ CG കിരൺ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡേവിഡ് രാജുവും CG കിരണും പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥ ഓണത്തുമ്പി ഏത് എന്നുള്ളതൊരു തെക്കൻ, നമ്മൾ സാധാരണ പറയില്ലേ തെക്കനും വടക്കനും എന്നൊക്കെയുള്ളൊരു ഇത് കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ ഓണത്തുമ്പി എന്ന് പറയുന്നുള്ളത് പാൻഡാലയാണ്, അതായത് നമ്മുടെ പാൻഡാല ഫ്ലേവർ സെൻസ് ആണ്. വടക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഓണത്തുമ്പി എന്ന് പറയുന്നുള്ളത് ഈ പറഞ്ഞ റയോത്തമിസ് വരികേറ്റയാണ്. അപ്പം അതൊരു പ്രശ്നമാണ്, പേരിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഇപ്പം പെൻഡാല എന്ന് പറയുന്ന റയോത്തമിസ് ആണെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള സാധനമല്ലേ. ഈ ഒരു സ്റ്റാറ്റസ് നമ്മളിപ്പം ടൈഗറിനെ നമ്മൾ ഔദ്യോഗികമാക്കുന്ന സമയത്ത് അതിനൊരു കൺസർവേഷൻ സ്റ്റാറ്റസാണ് നമ്മൾ നോക്കുന്നുള്ളത്. ഇപ്പം ഈ തുമ്പികൾ എടുക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ഓരോ ജില്ലക്കും
ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മൾ ജീവികളെ പ്രഖ്യാപിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ റെയറായിട്ടുള്ള അല്ലെങ്കിൽ വംശനാശ ഭീഷണിയുള്ള സാധനത്തിന് ഈ ഒരു സ്റ്റാറ്റസ് കൊടുക്കുകയും അതിനെക്കുറിച്ച് പബ്ലിക്കിനെ കുറച്ചുകൂടെ അവയർനെസ് ആക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പ്രോട്ടോക്സ്റ്റിക്റ്റ പൊന്മുഡിയൻസിസോ അല്ലെങ്കിൽ നമ്മുടെ ആർമഗ്ഡോണിയാന അല്ലേ, ആ സാധനം പ്രോട്ടോസ്റ്റിക്റ്റയുടെ അങ്ങനെയുള്ളത് വളരെ കുറച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വളരെ ഒരു 4-5 മെയിലൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റെയറായിട്ടുള്ള ഇതിന് കൊടുക്കുകയും അതിനെ സംരക്ഷിക്കാൻ, ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഇപ്പം പൊന്മുഡിയൻസിസ് ആണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഏരിയനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. റേത്തമിസൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഏത് പാടത്ത് പോയാലും നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പം ആൾക്കാർക്ക് കാണാം, ഭംഗിയുള്ളതാണ്, നല്ല അതിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു സുന്ദരനല്ല സുന്ദരിയാണ് അല്ലേ തുമ്പികൾ. ഞാൻ ഓഡിയൻസിനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള തുമ്പിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചുവന്ന കളറുള്ള തുമ്പിനെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നീല കളറുള്ള തുമ്പിനെ കണ്ടിട്ടുണ്ടാവും, പച്ച കളറുള്ള തുമ്പിനെ തുമ്പികൾ ശരിക്ക് സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. ആൺതുമ്പിയും പെൺതുമ്പി. ഇപ്പോൾ കുറച്ച് മുമ്പ് മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറഞ്ഞതുകൊണ്ട് ആ വേദിയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഫാക്റ്റാണ് ചോദിക്കുന്നുള്ളത്. പൊതുവിൽ ജീവിവർഗത്തിൽ കുറച്ചുകൂടെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് മെയിലാണോ ഫീമെയിലാണോ? ജീവികളിൽ മെയിലാണ് അല്ലേ. അപ്പം എന്തുകൊണ്ട് മെയില് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മയിലിന് വലിയ പീലിയുണ്ട് അല്ലോ, മയിൽ പീലിയുണ്ട്. സിംഹത്തിന് വലിയ താടിയുണ്ട്. എന്തിനാ ഇത് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് എപ്പോഴെങ്കിലും അപ്പം അവിടെ ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെയും നമുക്ക് മെയില് ഫീമെയില് സെക്ഷൽ ഡൈമോർഫിസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതിൽ ഇപ്പോൾ കളർഫുള്ളായിട്ട് കാണുന്നത് നീലത്തുമ്പി, ചുവപ്പ് തുമ്പിയൊക്കെ ആയിട്ട് കാണുന്നത് നമ്മൾ ജനറലായിട്ട് കാണുന്നുള്ള തുമ്പികൾ മിക്കവാറും മെയിലാണ്. ഫീമെയിലിനെ സാധാരണക്കാർ പാടെ അവഗണിക്കാറാണ് പതിവ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് ഇപ്പോൾ തുമ്പിനെ കാണാൻ നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വാട്ടർ ബോഡീസിൻ്റെ അടുത്താണ് പോവുക. അതിപ്പം തുമ്പികൾ മുട്ടയിടുന്നതിനൊക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഒഴുകുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നുണ്ട്, നല്ല സ്പീഡിൽ ഒഴുകുന്നിടത്ത് മുട്ടയിടുന്നുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിടുന്നുണ്ട്. നേരത്തെ വിവേക് പറഞ്ഞ പോലെ കുറച്ച് മലിനജലം, ഞാൻ ശുദ്ധജലം എന്ന് പറയുന്നപ്പം മഴക്കാലത്ത് നല്ല ചെളിവെള്ളം ഒഴുകുന്ന തോടുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ മുട്ടയിടും. ബ്രാക്കിത്തമിസ് കണ്ടാമിനേറ്റ, അതിൻ്റെ മലയാളം പേര് ചങ്ങാതിത്തുമ്പി എന്നാണ്. ആ പേരിട്ടത് ചങ്ങാതിത്തുമ്പി എന്ന് പേരിടാൻ കാരണമുണ്ട്, ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. ഇപ്പം ചങ്ങാതിത്തുമ്പി എന്ന് പേരിടാൻ കാരണം ഇതിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സാധാരണ പറന്നു പോവില്ല, നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ നടക്കുമ്പോൾ അവിടുന്ന് പറന്നുപോയി തിരിച്ചവിടെ വന്നു, അപ്പോൾ നമ്മളെ ചങ്ങാതി, നമ്മളൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു പേര് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ചങ്ങാതിത്തുമ്പി അത് ബ്രാക്കിത്തമിസ് കണ്ടാമിനേറ്റ എന്നാണ് അതിൻ്റെ പേര്. കുറച്ചുകൂടെ കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മളതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഈ മുട്ടയിടുന്നുള്ളത് വെള്ളത്തിൽ ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പൊതുവിൽ ഈ മെയിലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. മിക്കവാറും സ്പീഷീസുകളിൽ മെയിലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, ഫീമെയിലിൻ്റെ എണ്ണം കുറവായിരിക്കും. അതുമാത്രമല്ല ഫീമെയിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് വരുന്നത്, അപ്പോൾ അതിൻ്റെ എഗ്സ് റെഡിയായി വരണം. ഓരോ ബാച്ചായിട്ടാണ് മുട്ടയിടുക. ഓക്കെ, അപ്പം ഒരു സെറ്റ് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ഫീമെയിൽ വാട്ടർ ബോഡീസിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിൽക്കും. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അടുത്ത ബാച്ച് മുട്ടയിടാൻ റെഡിയല്ല. അതുമാത്രമല്ല ഇതിൻ്റെ റേഷ്യോ വ്യത്യാസമുണ്ട്. അതായത് ഒരു ഉദാഹരണം, എക്സാജറേറ്റഡ് അല്ല, ചിലപ്പം ഒരു 10 മെയിലിന് ഒരു ഫീമെയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. മെയില് ഫീമെയിലിന് വേണ്ടിയിട്ട് പരസ്പരം പോരടിക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം ഫീമെയിൽ എല്ലാം റെഡിയായി, എഗ്ഗും ഇതൊക്കെ റെഡിയായിട്ട് മുട്ടയിടാൻ പാകമായി വരുന്ന സമയത്തായിരിക്കും ഈ മെയിലുമാരുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ പറയുന്ന പോലെ ദൂരത്തുനിന്ന് വരുന്ന കാണുമ്പോഴൊക്കെ ആണുങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, മെയിൽ തുമ്പികൾ വിചാരിച്ചിട്ടുണ്ടാവും ആ വരുന്ന ആൾ എൻ്റെതാണ്. പിന്നെ ഇവർ തമ്മിൽ എന്താണ് കോമ്പറ്റീഷനാണ്. ബിക്കോസ് ഇത് നല്ലോണം ടെറിട്ടറി സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. നമ്മളിപ്പോൾ കാണാൻ ചെറുതാണെന്ന് വിചാരിക്കും. ഇപ്പം ഈ പോലീസ് തുമ്പി എന്ന് പറഞ്ഞൊരു തുമ്പിയുണ്ട്, പോലീസ് തുമ്പി. ആ പേരിട്ടതൊരു നാടൻ പേരാണ് കേട്ടോ. തുമ്പികളുടെ പേരുകൾ, ഞാൻ കാസർഗോഡാണ് ബേസിക്കലി. അപ്പം ഈ തുമ്പികൾക്ക് പിന്നെ തവളക്കണ്ണൻ തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് നാട്ടും പുറത്ത് പണ്ടേ വിളിക്കുന്നൊരു പേരാണ് തവളക്കണ്ണൻ. ബാക്കിയുള്ള ഇപ്പോൾ പേരുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ട് കൊടുക്കുന്ന പേരാണ്. പക്ഷെ തവളക്കണ്ണൻ എന്നുള്ളത് പണ്ടേ ഉള്ള. പിന്നെ പൊതുവിൽ അച്ചിക്കണിയാൻ, നമ്മൾ ഈ ഡ്രാഗൺ ഫ്ലൈസിനെ കണിയാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടിയുണ്ട് കേട്ടോ. കണിയാൻ തുമ്പി പറയാണ്, കണിയാൻ ഗുരു
ഞങ്ങളുടെ കാസർഗോഡ് ഭാഗത്ത് പറയുന്നതാണ്, വെള്ളത്തിൽ ഇങ്ങനെ എഴുതി പോകുന്ന ഇങ്ങനെ സ്പീഡിൽ പോകുന്ന മൂപ്പിളി വണ്ട് അല്ലേ, മൂപ്പിളി വണ്ട് എന്നാണെന്ന് തോന്നുന്നുള്ളത്. അപ്പം അതിനെ നമ്മൾ പറയും കണിയാങ്കുരു ഒക്കെ, ഒരു കുരുവിനൊക്കെ പോലെയുള്ള നമ്മളെ സപ്പോർട്ടയുടെ കുരുവിനെ പോലെയാണ് അത് ഉണ്ടാവുക. അപ്പം കണിയാങ്കുരു എന്ന് പറയുന്നുള്ള സാധനമുണ്ട്. പിന്നെ അച്ചിക്കണിയാന്, സൂചിക്കണിയാൻ എന്നുള്ള പേരുണ്ട്. പിന്നെ ഇത് നേരത്തെ പാരിസ്ഥിതിക ഇത് എത്രമാത്രം റിലേറ്റഡ് ആണെന്ന് അറിയില്ല. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ അവർ ഈ തുമ്പിയുടെ നല്ല സീസണ് ഉണ്ടാകുന്ന സമയത്ത്, പെൻഡാലനെ കാണുന്ന സമയത്ത് അത് മീൻ കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ മീൻ പാറ്റാന്ന് തുമ്പിക്ക് പേരുണ്ട്. മീൻ പാറ്റാന്ന് തുമ്പിക്ക് ഒരു ലോക്കൽ പേരാണ്. കാരണം അവർ ആ മീനുമായിട്ട് കണക്ട് ചെയ്തിട്ട്, അതിൻ്റെ അവൈലബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്ന ഒരു സ്പീഷീസാണ് ഈ പെൻഡാല എന്ന് പറയുന്നുള്ളത്. അപ്പോൾ പേരുകൾ പല രീതിയിൽ വരാറുണ്ട്. ഞാൻ പറഞ്ഞ ആച്ചിക്കണിയാൻ ഇതെന്നൊക്കെ പറയുന്നുള്ളത്. അപ്പം സെക്ഷൽ ഡൈമോർഫിസത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം മെയിലും ഫീമെയിലും തമ്മിലുള്ള നല്ല വ്യത്യാസമുള്ള ഇതാണ്. അപ്പം മെയില് കോമ്പറ്റ് ചെയ്യും, ടെറിട്ടറി ഉണ്ട്, ഇത് ഫൈറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ. തവളക്കണ്ണനെ പ്രത്യേകിച്ച് പറയാൻ കാരണം, തവളക്കണ്ണനൊക്കെ നന്നായിട്ട് അതിൻ്റെ ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഗുസ്തി പിടിക്കും, നല്ലോണം ഗുസ്തി പിടിക്കും. പിന്നെ വാണിംഗ് സിഗ്നലുകളും കൊടുക്കാറുണ്ട്, അട്രാക്ട് ചെയ്യാൻ. അതിൻ്റെ ചിറകൊക്കെ ഒന്ന് വിരിച്ചു വെച്ചിട്ട് അതിൻ്റെ കളറേഷൻ കാണിച്ചിട്ട് ഒന്നുകിൽ മറ്റേയാളെ പേടിപ്പിക്കും, അല്ലെങ്കിൽ ഫീമെയിലിനെ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ട്. പോലീസ് തുമ്പി എന്നുള്ള പേര് വരാൻ കാരണം ആ തുമ്പിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇക്തിനോകോംഫസ് റപ്പാക്സിനെയാണ്, അതൊരു കടുവാ തുമ്പിയാണ്. അതിനെ പോലീസ് തുമ്പി എന്ന് പറയാൻ കാരണം, ഒന്ന് അതിൻ്റെ അബ്ഡോമൻ നല്ല നീളത്തിലാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ലാത്തി പോലെയൊക്കെ ഫീൽ ചെയ്യും. അതിൻ്റെ പ്രധാന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെറിട്ടറി കുറച്ചുകൂടി വലുതാണ്. ആ ഭാഗത്ത് വരുന്ന എല്ലാത്തിനും ഓടിക്കുക. അപ്പോൾ പോലീസ് പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കുന്ന പോലെ ഇതിനെ ഓടിക്കും. അപ്പം ഓടിക്കുന്ന സമയത്ത് അതിന് വെറുതെ ആരോ അറിഞ്ഞിട്ട പേരാണ് പോലീസ് തുമ്പി എന്ന്. അപ്പോൾ നമ്മൾ കൊളോക്കിയലി വേണമെങ്കിൽ നമുക്കിപ്പോൾ അലമ്പൻ തുമ്പി, പിരാന്തൻ തുമ്പി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങളുണ്ട്. വെറുതെ അല്ലെ, അലമ്പൻ തുമ്പി ഇത്രയേ ഉള്ളൂ. അലമ്പൻ തുമ്പി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇവൻ വന്നിട്ട് ഓടിക്കുക. അപ്പം ഒരു വെറുതെ നിൽക്കുന്ന ആൾ അലമ്പാക്കുന്ന എന്തിന്, ഒരു അലമ്പനാണ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു അലമ്പൻ തുമ്പിയും കൂടിയാണ് ഈ ഇക്തിനോകോംഫസ് റപ്പാക്സ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഫീമെയില് വന്നു, ഇവർ ഫൈറ്റ് ചെയ്തു, ഏതെങ്കിലും ഒരു മെയിലിനെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേറ്റിങ് നല്ല രസമാണ്. അപ്പം നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഈ ഹാർട്ട് അല്ലേ, നമ്മൾ രണ്ടുപേരും പിടിച്ചാക്കും അല്ലെങ്കിൽ ഒരാളാക്കും അല്ലേ, എല്ലാം ട്രെൻഡി ആയിട്ടുള്ള സാധനമാണ്. ഈ ഹാർട്ട് എന്നുള്ള സാധനം എനിക്ക് തോന്നുന്നു തുമ്പിന്ന് കടമെടുത്താണ്. ഈ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു തുമ്പികളുടെ ഇവല്യൂഷൻ നമ്മൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 32 കോടി വർഷം മുമ്പത്തെ തുമ്പികളുടെ ഫോസിൽസ് ഉണ്ട്. 32 കോടി വർഷം മുമ്പത്തെ ഫോസിൽസ് ഉണ്ട്. അത് നമ്മുടെ മെഗാന്യൂറോ മോനായി അല്ലേ, എനിക്കത് എപ്പോഴും പറയുമ്പോൾ പവനായി, ശവമായി, ജോൺ ഹോനായി ഇതൊക്കെ ഓർമ്മ വരും. മോനായി എന്നൊക്കെ മോനി അല്ലേ, മോനി എന്നാണ്. അപ്പം ഈ തുമ്പികൾ ഏകദേശം ഒരു 20 കോടി വർഷം മുമ്പെങ്കിലും നമ്മുടെ തുമ്പികൾ വന്നിട്ടുണ്ടായിരിക്കണം ഭൂമിയിൽ. അപ്പം ഇത് ഇണചേരുന്ന സമയത്ത് ആദ്യം ഇതിൻ്റെ അധികാരം സ്ഥാപിക്കൽ, നേരത്തെ ആരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അധികാരം സ്ഥാപിക്കുന്നതിനെ കുറിച്ച്. മെയില് ഫീമെയിലിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്താണ് പിടിക്കുക. കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അതിൻ്റെ അബ്ഡോമൻ്റെ അറ്റത്ത് 2 കുറുവാലുണ്ടാവും. അത് ശരിക്കും ലോക്ക് ആൻഡ് കീ പോലെയാണ് കേട്ടോ. ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിലേക്ക് ഫിറ്റ് ആവില്ല. ഓക്കെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ലോക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം. അത് പിടിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ആ പിടിച്ചിരിക്കുന്ന സമയം കുറേ നീണ്ടുപോകാം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ അതിൻ്റെ അബ്ഡോമൻ ഇങ്ങനെ വളച്ചു കൊണ്ടുവരും. മെയിൽ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്, ഫീമെയിൽ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് മെയിലിൻ്റെ സെക്കൻഡറി ജെനിറ്റാലി, അതായത് സ്പേം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഭാഗത്തേക്ക് വെക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഹാർട്ട് ഷേപ്പാണ്, വീൽ ഷേപ്പ് എന്ന് വിളിക്കും. അത് സൂചിത്തുമ്പിയിലാണ് നിങ്ങൾ പിന്നീട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കോ, അതിൻ്റെ ആ മേറ്റിങ്ങിൽ വീൽ ഷേപ്പ് എന്ന് പറയുന്നുള്ള കൃത്യമായിട്ടുള്ള ഹാർട്ടാണ്. ആ ഹാർട്ട് കുറേ സമയം നിന്ന് ഇത് എന്താ പറയല്, സ്പേം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുട്ടയിടും. അപ്പം പൊതുവിൽ ഈ മെയിലിന് ഒരു ഇതുണ്ട്, പല ജീവികൾക്ക് ഇതുണ്ട് കേട്ടോ. സിംഹത്തിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആൽഫ മറ്റേ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൽഫ മെയിൽ എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടാവും. ഈ തുമ്പിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, എൻ്റെ സ്പേമിനാൽ ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട മുട്ട ഇട്ടാൽ മതി, അത് ഇടണം, അത് നിർബന്ധമാണ്. ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, ഇട്ടില്ലെങ്കിൽ അടുത്തവൻ വന്നിട്ട് മേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ സ്പേമിനെ ചുരണ്ടിക്കളയെന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നുള്ളത്. അപ്പം ഈ മുട്ട ഇട്ടു എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം ചില തുമ്പികളിൽ അത് ഡാംസെല്ലാണ് കൂടുതൽ, അതിവിടെ പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് മുട്ടയിടുന്ന സമയം മൊത്തം എന്ത് ചെയ്യും, അത് പിടിച്ചിരിക്കും.
ഓക്കെ. പിന്നെ ടെറിട്ടറി സൂക്ഷിക്കുന്നത്, ഇത് ടെറിട്ടറി സൂക്ഷിക്കാത്ത തുമ്പികളാണ് അങ്ങനെ സാധാരണ ചെയ്യുക. ടെറിട്ടറി സൂക്ഷിക്കുന്നതാണെങ്കിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, മറ്റും വരും, വേറെ മെയിൽ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതിനെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറക്കും, പറന്നിട്ട് ഹോവർ ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് ഇങ്ങനെ ഇതുണ്ട്. പക്ഷേ ചില കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ പറയാം കൗതുകം കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയുന്ന ചില മെയിൽ തുമ്പികളുണ്ട്. അവരെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 2 പേര് മെയ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ പോയിട്ട് മൂന്നാമത് ഇയാളും കൂടി എന്ത് ചെയ്യും, പിടിക്കാനൊക്കെ നോക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ മാറിപ്പോകും കേട്ടോ, പാർട്ട്നേഴ്സ് മാറിപ്പോവാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ നേരത്തെ ഞാൻ പറഞ്ഞ മകുടിവാലൻ തുമ്പി ആള് മാറിയിട്ട് നമ്മളെ നാട്ടുനിലത്തൻ തുമ്പീൻ്റെ ഫീമെയിലിനൊക്കെ എന്ത് ചെയ്യും, പിടിച്ച് മേറ്റിങ്ങിന് ശ്രമിക്കും. ചിലപ്പോൾ സ്പേമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമുക്കറിയാം 2 സ്പീഷീസുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെർട്ടിലൈസേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അതിൽ ഉണ്ടാവുന്നില്ല. അപ്പം ഈ ഒരു ഇങ്ങനെയുള്ള കുറേ രസം അതിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഗ്ലൗസ് ഇട്ടിട്ട് അടിയാക്കുന്നത് നമ്മുടെ റയോതെമിസ് അല്ലേ, ഹെലിക്കോസൈഫ ബൈസിഗ്നേറ്റ പോലെയുള്ള സാധനം, അതിൻ്റെ ഈ കാലിൻ്റെ അറ്റം മാത്രം വെള്ള കളറാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഗുസ്തി പിടിക്കുന്ന ആൾക്കാർ ഗ്ലൗസ് ഇട്ടിട്ട് ഗുസ്തി പിടിക്കുന്ന പോലെ നമുക്ക് അത് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പം അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ചില തുമ്പികൾ ഇതിൽ പറയൂലേ, ഒരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗില്ലേ, നടി വെള്ളത്തിൽ പോവുകയാണ്, അപ്പം ക്യാമറ എന്ത് ചെയ്യണം, ഇപ്പം ക്യാമറയും വെള്ളത്തിൽ പോകണം. അപ്പം നേരത്തെ ഈ പിടിച്ച ആൺതുമ്പി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് പെൺതുമ്പി ഇങ്ങനെ മുട്ടയിട്ട് ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയിരിക്കുന്ന കമ്പിൽ ഇങ്ങനെ മുട്ടയിട്ട് ആ ഈ കമ്പ് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പെൺതുമ്പി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവും. അപ്പോൾ പെൺതുമ്പി ഇറങ്ങി പോകുമ്പോൾ ആരും പോവും, ആൺതുമ്പിയും പോവും. എന്നിട്ട് ആണും പെണ്ണും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി ഇരുന്നിട്ട് മുട്ടയിടുന്ന ചില സുഡാഗ്രിയോൺ എന്നൊക്കെ പറയുന്നുള്ള സ്പീഷീസിനകത്ത് ഇങ്ങനെയുള്ള ഇത് കണ്ടിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺതുമ്പികൾക്ക് കളറുണ്ട്, അത് പെൺതുമ്പികൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെൺതുമ്പികൾ പലപ്പോഴും ഒളിച്ചിരിക്കുന്നുള്ളത് ആൺതുമ്പികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻഡ്രോമോർഫിസം അല്ലേ. ആൻഡ്രോമോർഫിസം എന്ന് പറയുന്നുള്ളത് ആൻഡ്രോമോർഫിസം ആണും സെക്ഷൽ ഡൈമോർഫിസം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സെക്ഷൽ ഡൈമോർഫിസം പറയുന്ന സമയത്ത് മെയിലിനെ പോലെ ഫീമെയിൽ മിമിക് ചെയ്യുക, അതായത് ആൺവേഷം കെട്ടിയ പെൺതുമ്പികളുണ്ട്. ആൺവേഷം കെട്ടിയ പെൺതുമ്പികൾ ഒരു പരിധി വരെ ഈ മെയിലിൽ നിന്നുള്ള ഈ ഒരു ടോർച്ചറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത് ഇങ്ങനെ. അതൊരു പ്രകൃതി കൊടുത്ത ഒരു അനുകൂലനം തന്നെയാണ്. പല ജീവികളിലും ആൻഡ്രോമോർഫിസം ഉണ്ട്. അപ്പം നമ്മൾ കാണുന്ന പോലെയല്ല, ശരിക്ക് കൊടും ഭീകരനാണ് ആര്, അവരുടെ ഇടയിൽ ഭയങ്കര അല്ലേ ഒരു മറ്റേ ഭയങ്കരമായിട്ട് പ്രിഡേഷൻ സക്സസ് റേറ്റ് ഉള്ള ജീവികളാണ്. അതിൻ്റെ ബിഹേവിയറൽ സയൻസ് നല്ല രസമാണ്. നമ്മൾ വെറുതെ ഒരു തോടിനൊക്കെ എടുത്തിരുന്നിട്ട് ഈ തവളക്കണ്ണനൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് നോക്കിയിരിക്കാനും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഭാവനകൾ ഉണ്ടാക്കാനുള്ള അവസരമുള്ളൊരു ഗ്രൂപ്പും കൂടിയാണ് ഈ തുമ്പികൾ എന്ന് പറയുന്നത്. ഇനി ശ്രീ വിവേകിനോടാണ്. പൊതുവേ ജീവിലോകത്തിൽ ഈ ദേശാടനം മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഇപ്പോൾ തുമ്പികളിലും മൈഗ്രേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പോൾ തുമ്പികളിൽ ദേശാടനം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തുമ്പികളിലും ദേശാടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ചെറിയ ജീവികളായതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പക്ഷികളെ എങ്ങനെ പഠിക്കുക, പക്ഷികളിലെ ദേശാടനം, പക്ഷികളാണല്ലോ ദേശാടന പക്ഷികൾ. ദേശാടനത്തെ കുറിച്ച് പറയുമ്പോൾ പക്ഷികളുടെ രൂപമാണ് ആദ്യം മനസ്സിൽ വരിക. ഇപ്പം നമുക്ക് പല രീതികളുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ പക്ഷികളെ പിടിച്ച് റിങ് ഇട്ട് കൊടുക്കുമായിരുന്നു. എവിടെ നിന്നാണോ പിടിക്കുന്നത് അതിനൊരു കോഡൊക്കെ വെച്ചിട്ട് ഒരു റിങ് ഇട്ട് കൊടുക്കും, ഒരു വള പോലെ. അതിനുശേഷം ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിങ് ചെയ്തൊരു പക്ഷിയെ ചിലപ്പോൾ റഷ്യയിലായിരിക്കും കാണുക. അപ്പോൾ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്താലും മതി. അപ്പോൾ ആ റിങ്ങിൽ എഴുതിയിട്ടുള്ള ആ നമ്പർ വെച്ചിട്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും, അവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് ഇത് ഇന്ത്യയിൽ നിന്ന് റിങ് ചെയ്ത് വിട്ടതെന്നാണ്. തുമ്പികൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. തുമ്പികൾ ഇത്ര ചെറിയ ജീവികളാണ്. പിന്നെ ഇപ്പോൾ റേഡിയോ ടെലിമീറ്റർ ഒക്കെ ചെയ്തു തുടങ്ങി പക്ഷികളിൽ. റേഡിയോ ട്രാൻസ്മിറ്റർ ഒക്കെ വെച്ചിട്ടാണ് പല പക്ഷികളും വിടുന്നത്. അപ്പോൾ ഇവിടുന്ന് വിട്ട പക്ഷി എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ തുമ്പികളൊരു പ്രശ്നം, വളരെ ചെറിയ ജീവികളാണ്. അപ്പോൾ അവരെ നമ്മളിങ്ങനെ പിടിച്ച് ടാഗ് ചെയ്താലൊന്നും ചിലപ്പോൾ അത് കാര്യം നടന്നൊന്നും വരില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഉള്ള തുമ്പികളിലാണ് അത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണില്ല. നിങ്ങളൊരു ഒക്ടോബർ മാസം ആകുമ്പോൾ പാടത്തോ പറമ്പിലോ അല്ലെങ്കിൽ കുറച്ച് തുറസായ പ്രദേശങ്ങളിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം, ആയിരക്കണക്കിന് തുമ്പികൾ പറക്കുന്നതാണ്. ഇതെല്ലാം ഒരേ തരമാണ്. അപ്പോൾ തുലാമാസം, നമ്മുടെ അവിടെ ഒരു ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ തുലാമാസമാണ് മലയാളത്തിൽ. ആ സമയത്ത് ഒരുപാട് എണ്ണത്തിനെ കാണുന്നതുകൊണ്ട് അതിന് തുലാത്തുമ്പി എന്ന് പറയും, പെൻറ്റാല ഫ്ലേവിസൻസ്. ആ തുമ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലോകത്തെ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള, എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള തുമ്പിയാണത്. അപ്പോൾ അത് ശാസ്ത്രജ്ഞർ പഠിച്ചു വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ആണ് വരുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു, തിരിച്ച് ആഫ്രിക്കയിലേക്കും പോകുന്നു. അത് കാറ്റിന് സഹായത്തോടെ കൂടിയാണ് പറക്കുന്നത്. അതായത് നമ്മൾ ഇത്ര ചെറിയ ജീവി എങ്ങനെ ദേശാടനം നടത്തുന്നു എന്നുള്ളത് പക്ഷികളുടെ പോലെ സ്വന്തം കഴിവിൻ്റെ പുറത്ത് ചെയ്യുന്നതല്ല ഇത്.
ശരിക്കും മൺസൂൺ കാറ്റുകൾ അറിയാം. മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് മഴയാണ് വരിക എന്നുണ്ടെങ്കിലും കാറ്റാണ് ശരിക്കും മൺസൂൺ വിൻസ് എന്നാണ് പറയുക. അപ്പോൾ കാറ്റിനോട് കൂടെ ശരിക്കും ഈർപ്പമുള്ള മേഘങ്ങൾ വന്ന് അങ്ങനെ മഴ പെയ്യുന്നതാണല്ലോ ഈ പരിപാടി. അപ്പോൾ അതിനൊരു സർക്കുലർ പാറ്റേൺ ഉണ്ട് ശരിക്കും. ആഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിൽ നിന്ന് ശരിക്കും ഇന്ത്യയിലേക്ക് അടിക്കുന്നു, തിരിച്ച് ആ കാറ്റ് ഒരു സീസൺ ആകുമ്പോൾ തിരിച്ച് അങ്ങോട്ടും അടിക്കും. അപ്പോൾ ആ കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ച് ഈ തുലാത്തുമ്പികൾ ദേശാടനം നടത്തും. അത് മാത്രമല്ല, ഈ ഒരു ഫുൾ സർക്കിള് ഈ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്ക, ഇത് തീർക്കാനായിട്ട് അവർ ഏകദേശം ഒരു 4 തലമുറകൾ കഴിയുന്ന പറയുന്നത്. അതായത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന തുമ്പി ആയിരിക്കില്ല തിരിച്ചു പോകുന്നത്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന തുമ്പികൾ ആദ്യം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ് എത്തുക. അവിടുത്തെ പാടങ്ങളിൽ പഞ്ചാബ് പോലെയുള്ള പ്ലെയിൻസിൽ ബ്രീഡ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത തലമുറയാണ് ആ മൺസൂൺ. നിങ്ങൾക്ക് അറിയാം, ആ കാറ്റിൻ്റെ ഗതി മാറും. നമുക്കൊരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരും അല്ലേ, അതാണ് നമുക്ക് തുലാവർഷം കൊണ്ട് വരുന്നത്. അപ്പോൾ ആ തുലാവർഷത്തിൻ്റെ ആ കാറ്റിൻ്റെ സമയത്താണ് അത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിലേക്ക് എത്തുന്നത്, കേരളം, തമിഴ്നാട് ഈ കോസ്റ്റിലെത്തുന്നത്. അതിനുശേഷം ഇവിടെ ബ്രീഡ് ചെയ്യും. അതിൻ്റെ അടുത്ത തലമുറ മുട്ടയിട്ട് അതിൻ്റെ അടുത്ത തലമുറയാണ് പിന്നെ തിരിച്ച് ആഫ്രിക്കയിലേക്കും പോകുന്നത്. ഇതല്ലാതെ വേറെ വലിയ തുമ്പികളും ചെറിയ സൂചി തുമ്പികളും ദേശാടനം നടത്തുന്നതായിട്ട് പല പ്രകൃതി നിരീക്ഷകരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് കൃത്യമായിട്ട് തെളിവില്ല. തെളിവുള്ളത് ഈ ഒരു തുമ്പിയുടെ കാര്യത്തിൽ മാത്രമാണ്. കാരണം ഇത് വലിയ തുമ്പികളാണെന്നുള്ളത് മാത്രമല്ല, കല്ലൻ തുമ്പികളാണ്, ഡ്രാഗൺ ഫ്ലൈസ് ആണ്, പെട്ടെന്ന് കാണാം. പിന്നെ ഇതിനെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാം. ഇപ്പോൾ ഏത് സീസണിൽ എവിടെ ഇത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഏകദേശം പാറ്റേൺ, ഇതിൻ്റെ മൈഗ്രേറ്ററി പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ തുലാത്തുമ്പിയുടെ കാര്യം പറയാനുള്ളത്. ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഹനീഫ് പറഞ്ഞ പോലെ വേറെ പല ജീവികളുടെയും ഭക്ഷണമാണ് തുമ്പികൾ. ഇപ്പോൾ ഈ ചിലന്തികളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചിലന്തികളുടെ ഒരു പ്രധാന ആഹാരം വലിയ തുമ്പികളായിരിക്കാം. അതേപോലെ പല പക്ഷികൾക്കും. അപ്പോൾ ഈ ദേശാടനം നടത്തുന്ന അമൂർ ഫാൽക്കൺ എന്നൊക്കെ പറഞ്ഞ ചില പക്ഷികളുണ്ട്, യൂറോപ്പിൽ നിന്ന് വരുന്ന യൂറോപ്യൻ ബീറ്റർ. ഇതിൻ്റെ മൈഗ്രേറ്ററി സർക്കിൾ നോക്കിയാലും ഇതെങ്ങനെ ദേശാടനം നടത്തുന്നു എന്നുള്ളത് ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തുലാത്തുമ്പികളുടെ ദേശാടന മാപ്പിന് കറക്റ്റ് ഓവർലാപ്പായിട്ട് വരും. അതായത് ആ സമയത്ത് ദേശാടനം നടത്തുന്ന ഈ പറഞ്ഞ പക്ഷികളുടെ ആ സമയത്ത് പ്രധാന ഭക്ഷണം ഈ തുമ്പികളാണ്. അപ്പോൾ ഈ തുമ്പികൾ ഇല്ലാതെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷികളും ഇല്ലാതെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ജൈവ ശൃംഖലയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് നിലനിർത്തുന്നതിൽ, ജൈവ സന്തുലനം നിലനിർത്തുന്നതിൽ ഈ ദേശാടന തുമ്പികളായിട്ടുള്ള ഈ തുലാത്തുമ്പികൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് മാത്രമല്ല, ഇവർ മുട്ടയിടുന്നതാണെങ്കിൽ ചെറിയ വെള്ളക്കെട്ടുകൾ, കുളങ്ങളിലോ തോടുകളിലോ അരുവികളിലോ ഒന്നുമല്ല, താൽക്കാലികമായിട്ട് മൺസൂണിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ വെള്ളക്കെട്ടുകളുണ്ടല്ലോ, അതിലാണ് മുട്ടകൾ ഇടുന്നത്. അപ്പോൾ അവിടെ മുട്ടയിടുന്നതാണ് ആര്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊതുകുകൾ. ഇപ്പോൾ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിലും ഈ പെൻറ്റാല ഫ്ലേവിസൻസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള ഈ തുലാത്തുമ്പികൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പം ഈ തുലാത്തുമ്പികൾ പിന്നെ അതായിട്ട് ചുറ്റിപ്പറ്റി കുറേ കഥകളുണ്ട്. തുമ്പി താണ് പറഞ്ഞാൽ മഴ പെയ്യുന്നൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാൻ ചിലപ്പോൾ. അപ്പോൾ അത് ഈ തുലാത്തുമ്പികൾക്ക് ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. ശരിക്കും ഒന്ന് ആ തുലാവർഷക്കാലത്താണ് അവർ വരിക, മഴക്കാലം തന്നെയാണ് അത് ശരിക്കും. തുലാവർഷം ഉച്ച തിരിഞ്ഞ് മഴ ഉണ്ടാവും. അത് മാത്രമല്ല, ഇവർ ചെറിയ പ്രാണികളെയാണ് ഭക്ഷിക്കുക. അപ്പോൾ അതിനെ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് താഴ്ന്ന് പറക്കുന്നതാണ് ശരിക്കും. അപ്പോൾ അത് ഒരു നമ്മുടെ പൂർവികരെല്ലാം ശരിക്കും അതൊരു മഴ പെയ്യുന്നതിൻ്റെ സൂചനയായിട്ടും കൂടെ കണ്ടെത്തി വെച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ദേശാടനത്തെ കുറിച്ചുള്ള പറയാനുള്ളത്. വിവേക് പറഞ്ഞില്ലേ ദേശാടനം, മറ്റേ ലോക്കൽ മൈഗ്രേഷൻ, നമ്മുടെ നാട്ടിൽ കുറച്ച് തുമ്പികൾ മൈഗ്രേഷൻ ഉണ്ട്. തെളിവില്ല എന്നുള്ളതിൽ പക്ഷേ അനുഭവ സാക്ഷിയുണ്ട്. നമ്മൾ അനുഭവ സാക്ഷിയാണ് പിന്നീട് അത് പബ്ലിഷായിട്ട് വരും. അപ്പം നമ്മളെ സ്ഥിരമായിട്ട് നമ്മളൊരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് പിന്നെ വേറെ പുറത്തൊന്നും പോകാനില്ല. അപ്പം വീടിൻ്റെ അടുത്തുള്ള തോട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇലാറ്റോന്യൂറ ടെട്രിക്ക, എനിക്ക് തോന്നുന്നു അതിൻ്റെ മലയാളം പേര് എനിക്ക് അത്ര പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ തുമ്പി ഒരു സെപ്റ്റംബർ മാസം ഞാൻ എല്ലാ ദിവസവും പോകുന്ന തോടാണ്. സെപ്റ്റംബർ മാസം ഒരു ദിവസം ചുറ്റിട്ട പോലെ കുറേ ഇലാറ്റോന്യൂറ ടെട്രിക്ക. അതിനകത്ത് എല്ലാം മെച്ചുവേർഡാണ്, ഇതില്ല, എന്താ പറഞ്ഞാൽ വിരിഞ്ഞിറങ്ങിയ ടെനറൽസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എവിടുന്നോ വന്നതാണ്. അപ്പം അത് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഒന്നുമില്ല. പക്ഷെ അന്ന് വരെ ഇല്ലാത്ത സാധനം സ്വിച്ചിട്ട പോലെ എന്ത് വരുന്നു, അവിടെ വരുന്നു. പിന്നീട് അത് അവിടെ പോകുന്നുമില്ല, അത് അവിടെ മുട്ടയിടുന്നുണ്ട്, ബ്രീഡ് ചെയ്യുന്നതും കണ്ടിട്ടുമുണ്ട്. അപ്പം ചിലപ്പം അതിൻ്റെ സാഹചര്യം ഫേവറബിൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതേപോലെ എനിക്ക് തോന്നുന്നു അനാക്സിൻ്റെ മറ്റേ എപ്പിഫിഗർ അല്ലേ, എപ്പിഫിഗർ എന്ന് പറയുന്ന ആ സാധനവും എനിക്ക് ഈ മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളെ ഈ തുലാത്തുമ്പിയോടൊപ്പം തന്നെ നമ്മളെ ഓണത്തുമ്പി റയോത്തമിസ് വരിഗേറ്റയും മൈഗ്രേറ്റ് വലിയ ഡിസ്റ്റൻസിലല്ലെങ്കിലും ചെറിയൊരു ഡിസ്റ്റൻസിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ മൈഗ്രേഷൻ പറയുമ്പം വിവേക് പറഞ്ഞു ഇങ്ങനെ ആ പ്ലെയിൻസിൽ കയറി പോകുന്ന പറഞ്ഞു. അപ്പോഴാണ് എനിക്കത് ഒരു കാര്യം കൂടി ഓർമ്മ വന്നിട്ടുള്ളത്. ഇപ്പം ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തുമ്പികളെ ഭക്ഷിക്കും,
തുമ്പികളെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം തുമ്പികളെ ലാർവനെ നന്നായിട്ട് കഴിക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പെൻഡാലയുടെ ലാർവനെയാണ് ഏറ്റവും കൂടുതൽ, കാരണം അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പെൻഡാലയുടെ ലാർവനെ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇതിനെ ഭക്ഷിക്കാറുണ്ട്. നമുക്ക് അതിൽ വേറെ മുഖം ചുളിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രാണികൾ എന്ന് പറയുന്നുള്ളത് റിച്ച് വിത്ത് പ്രോട്ടീനാണ്, അല്ല റിച്ച് വിത്ത് കാൽഷ്യമാണ്. നമ്മുടെ ഫുഡിൻ്റെ ഭാഗമാക്കേണ്ട ഒരു സാധനം കൂടിയാണ്. നമ്മുടെ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗം. പക്ഷെ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സാധനം. നമ്മൾ പറയും തമാശക്കല്ല, വീട്ടിലെ നാടൻ കോഴി എല്ലാ നമ്മൾ പാറ്റനെ എന്താണ് കോക്രോച്ചിനെ കൂറയെന്നാണ് പറയുക. നിങ്ങളും കൂറ അല്ലേ? കൂറാന്നാണ് പറയാം. അപ്പോൾ ഈ കൂറനെ തിന്നും, പല്ലീനെ തിന്നും, ചത്ത എല്ലാത്തിനെയും തിന്നും, എല്ലാ വേസ്റ്റും തിന്നും. ആ ചിക്കനെ നമ്മൾ തിന്നും. പക്ഷേ നമ്മൾ എന്തിനെ തിന്നില്ല? കോക്രോച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വെറുപ്പ് പോലെ തോന്നാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പെൻഡാലയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇര. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ് നിർത്തിയത് ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടു. ബാച്ചായിട്ട് മുട്ടയിടുമെന്ന് പറയും. അപ്പം ഒരു തുമ്പി ഈ മുട്ടയിടുന്നത് നമുക്ക് തുമ്പിയുടെ മുട്ടനെ കാണാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യം. നമ്മൾ ഇപ്പം വെയിലത്ത് അവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ലൈറ്റ് നമുക്കിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, പലപ്പോഴും ഈ പെൻഡാല തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കാറിൻ്റെ ബോണറ്റിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും. അതിൻ്റെ അബ്ഡോമം വന്ന് മുട്ടും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ മുറ്റത്ത് ടൈൽസോ ഗ്രാനൈറ്റൊക്കെ ആണെങ്കിൽ അതിങ്ങനെ വന്ന് മുട്ടിയിട്ട് പോകുന്ന കാണാൻ പറ്റും. ആ മുട്ടിയ ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ ഇങ്ങനെ കുറേ കുഞ്ഞു ഒരു മഞ്ഞ കളറോ ഒരു ക്രീം കളറോ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള കുഞ്ഞു മുട്ടകൾ കാണാൻ പറ്റും. അത് വാട്ടറാണെന്ന് വിചാരിച്ച് ആ റിഫ്ലക്ഷൻ, വാട്ടറിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ മുട്ടയിട്ട് പോകുന്നുള്ളതാണ്. അപ്പം ഒരു സമയത്ത് തന്നെ ഏകദേശം സൈസൊക്കെ ഒരു മാറ്ററാണ്. ചില തുമ്പികൾ ഒറ്റ ബാച്ചിനകത്ത് ചിലപ്പോൾ 500 മുട്ടയിടും. ചില കുഞ്ഞു തുമ്പികളാണെങ്കിൽ 100 മുട്ടയിടും. അത് തന്നെ ദിവസത്തിൽ പല പ്രാവശ്യം ഇടാം, ജീവിതത്തിൽ പല പ്രാവശ്യം. അപ്പം എനിക്കൊന്നൊരു 10,000 മുട്ടയൊക്കെ ഒരു തുമ്പി വളരെ കൂളായിട്ട് ഇടുന്നുണ്ടാവും. ഒരു പെൻഡാലൊക്കെ ആണെങ്കിൽ 2500 മുട്ടയൊക്കെ ഇടാം. പക്ഷേ അതിൻ്റെ സർവൈവൽ റേറ്റ് വളരെ കുറവാണ്. അതിന് കാരണമുണ്ട്. ഈ വിവേക് പറഞ്ഞില്ലേ, ഞാൻ ഈ ലാർവനെ റിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വളർത്തി വിടാൻ വേണ്ടി, ലാർവ കിട്ടിയപ്പം ഇത് ഏത് ലാർവയെന്ന് അറിയാൻ വേണ്ടി 3 തുമ്പീൻ്റെ ലാർവനെ ഞാനൊരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് അടച്ചിട്ട് മുകളിലൊരു ഓട്ടയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ ഒറ്റ ലാർവയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് രക്ഷപ്പെട്ടു പോയതാണോ? ഒന്നുമല്ല. ആ ബാക്കിയുള്ള ലാർവ മറ്റുള്ള 2 ലാർവനെ അടിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരേ സൈസുള്ള ലാർവയായിരുന്നു. അപ്പം വൊറേഷ്യസ് ആയിട്ടുള്ള ഫീഡറാണ്. അതിന് എന്തിനെ തിന്നാൻ പറ്റും എന്നല്ല, അതിന് വിശന്ന് കഴിഞ്ഞാൽ അത് എന്തിനേയും തിന്നും. ഇതിനെ മീനിനെ ലാർവനെ പറഞ്ഞില്ല, കൊതുകിൻ്റെ ലാർവനെ പറഞ്ഞു, മീനിൻ്റെ ലാർവനെ തിന്നും. മീനിൻ്റെ ലാർവ അല്ല, കുഞ്ഞു മീനിനെ തിന്നും. കുഞ്ഞു മീനിനെ തിന്നും. മീന് വലുതായി കഴിഞ്ഞാൽ ആരെയും തിന്നും? ഇതിനെയും തിന്നും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നാം. അതേപോലെ തവളനെ, മാൽമാക്രീനൊക്കെ ഇത് നന്നായിട്ട് തിന്നുന്നുള്ളതാണ്. ഇവർ രണ്ടുപേരുടെ അനുഭവങ്ങൾ വെച്ചിട്ട്, അതായത് വിവേകിന് 8 വർഷത്തെ അനുഭവങ്ങളും 8 വർഷത്തിൽ കൂടുതലുള്ള, അതുപോലെ ഹനീഫ് സാറിന് 11 വർഷത്തെ അനുഭവങ്ങളുണ്ട്. പറഞ്ഞാൽ തീരുമില്ല. അപ്പം നമുക്ക് സമയപരിധി നിശ്ചയിക്കേണ്ടതുള്ളത് കൊണ്ട് നിങ്ങളെ ഭാഗത്തുനിന്നും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ തുടക്കം മുതൽ കേട്ടിട്ടില്ല, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ പക്ഷികൾ അതുപോലെ കേരളത്തിലെ ശലഭങ്ങൾ എന്ന പേരിലൊക്കെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ തുമ്പികൾ എന്ന പേരിൽ പുസ്തകമുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ തുമ്പികളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയ്ക്ക് എന്താണ് പറയുക, അങ്ങനെ ഒരു ശാഖയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും കേരളത്തിലെ തുമ്പികൾ തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അത് ബൈലിംഗ്വലാണ്. അത് ഒരു പുസ്തകത്തിൽ തന്നെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അത് പക്ഷേ ഇറങ്ങിയിട്ടുള്ള 2013-14 കാലഘട്ടമാണ്. അപ്പോൾ അതിനുശേഷം ഒരു 10-20 തുമ്പികളെ പുതിയതായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയൊരു പുസ്തകം ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് ചെയ്യേണ്ടതുമാണ്. പക്ഷെ എന്താ വെച്ചാൽ ശാസ്ത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെ വെച്ച് നമുക്ക് നിർത്തണം എന്ന് അറിയില്ല. പുതിയ ഇനം തുമ്പികളെ നമ്മൾ ഇപ്പോഴും ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അത് എല്ലാം കണ്ടെത്തി കഴിയാൻ കാത്തു നിൽക്കേണ്ടതില്ല. ശരിക്കും അപ്ഡേറ്റ് ചെയ്ത് ആ 2013-14 ഇറങ്ങിയ ആ പുസ്തകം കേരളത്തിലെ തുമ്പികൾ എന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. ഓക്കെ, അത് പരിഗണിക്കാം.
പിന്നെ രണ്ടാമത്തെ ചോദ്യം ശാസ്ത്രശാഖ എന്താണെന്ന് അതിന് പറയാന്നുള്ളത്. ഒഡനേറ്റോളജി എന്ന് പറയും. കാരണം ഒഡനേറ്റ എന്നാണ് തുമ്പികളെ പറയുക. കല്ലൻ തുമ്പികളെയും സൂചി തുമ്പികളെയും ചേർത്ത് ശാസ്ത്രീയമായിട്ട് ഒഡനേറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഇവർ വരിക. അത് ശരിക്കും ഗ്രീക്കിൽ ശരിക്കും ഒഡൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു അതിൻ്റെ ഇരയെ കടിച്ചു മുറിച്ച് തിന്നുന്ന ജീവികളാണ്. ഇപ്പോൾ പല്ല് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പല്ല് പോലെയല്ല, പക്ഷേ കൈറ്റിനസ് ആയിട്ട് ശരിക്കും പല്ല് പോലെയുള്ള ഭാഗങ്ങളുണ്ട് തുമ്പികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒഡനേറ്റ എന്നുള്ള വാക്കിൽ നിന്ന് ഒഡനേറ്റോളജി എന്ന് പറയും തുമ്പി ശാസ്ത്രത്തെ. ഇത് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാന്ന്, ആ പുസ്തകം 2013 ടൈസാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കോട്ടയത്ത്. എനിക്കൊന്ന് ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ് ആ സാധനം. നമുക്ക് അതല്ലാതെ സാധാരണക്കാരന് ഇപ്പോൾ ഒരു പഠിക്കാം, നമുക്ക് ഒരു തുമ്പീനെ കണ്ടു അതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് അതിനെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ PDF പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അപ്പം സൊസൈറ്റി ഫോർ ഓഡോണേറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നുള്ള ഒരു NGO അവർ 2 വോള്യത്തിലായിട്ട് ഇത് PDF ആണ്, പുസ്തകം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള എനിക്ക് 200-250 പേജോളം ഉള്ള PDF പുസ്തകം അവൈലബിൾ ആണ്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 2 വേർഷനിലുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഒഡോണേറ്റ 1, ഇൻട്രൊഡക്ഷൻ ടു ഒഡോണേറ്റ 2. പിന്നെ റീജിയണൽ പുസ്തകങ്ങളുണ്ട്. അതായത് എന്താണ് ചലവറ അല്ലേ, റീജിയണലായിട്ട് അവർ കണ്ടെത്തിയ തുമ്പികൾ വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ PDF പുസ്തകങ്ങളാണ്. പ്രിൻ്റഡ് സാധനങ്ങൾ അവൈലബിൾ അല്ല. പിന്നെ വിവേക് പറഞ്ഞ നേരത്തെ പറയാൻ വിട്ടുപോയൊരു സാധനമാണ്, തുമ്പികൾ ഇരപിടിയന്മാരെന്ന് പറഞ്ഞു. പറന്ന് നടക്കുന്ന ഇതിനെ മാത്രമാണ് പിടിക്കുക, പറന്ന് നടക്കുന്ന പ്രാണികളെ മാത്രമാണ് പിടിക്കുക. അതൊരു പ്രത്യേക രീതിയിലാണ്. ഇത് ഈ പറക്കുന്ന സമയത്ത് ഈ 6 കാലുകൾ തുമ്പികൾക്കുണ്ട്. ആ കാലിനൊക്കെ നല്ല മുള്ളു പോലെയുള്ള രോമോ അല്ലെങ്കിൽ മുള്ളോ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റ് പോലെ ആക്കിയിട്ടാണ് പറക്കുക. അപ്പോൾ ഇത് പറക്കുന്ന സമയത്ത് ആ ബാസ്ക്കറ്റിനുള്ളിലേക്ക് ഈ ഇരനെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഇരനെ അവിടുന്ന് ട്രാപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ ഇത് ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ല് പോലെയുള്ള ഭാഗം ഉപയോഗിച്ചിട്ട് അതിനെ കടിച്ചു മുറിച്ച് തിന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ ഒഡോണേറ്റ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കുഴിയാണ്. അതൊരു പ്രാണി തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആൻഡ് ലയൺ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ആൻഡ് ലയൺ അത് ശരിക്കും വേറൊരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളതിനെ കണ്ടു കഴിഞ്ഞാൽ തുമ്പിയിൽ നിന്ന് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പികൾ പ്രധാനമായിട്ടും അവരുടെ കണ്ണ് അല്ലേ, തുമ്പിയെ പിടിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം കണ്ണാണ് വളരെ വലിയ കണ്ണാണ്. ഒരു മുഖത്തിൻ്റെ ഒരു 80% കണ്ണായിരിക്കും ഉണ്ടാവുക അവരുടെ. അപ്പോൾ ഒരു അതിൻ്റെ പരിസരം കണ്ണുകൊണ്ട് വീക്ഷിച്ച് മനസ്സിലാക്കുന്ന ജീവികളാണ്. പക്ഷേ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആൻറ്റിനകൾ ചെറുതാണ്. നിങ്ങൾ ആൻറ്റിനുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കോക്രോച്ച് ഈ പറഞ്ഞാൽ കൂറേനെ ആയിരിക്കും ഓർമ്മ വരിക. അതിപ്പോൾ അതിട്ട് അല്ലേ ഇളക്കി അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന് അത് മണം പിടിക്കാനാണ് ഉപയോഗിക്കുക, പിന്നെ അല്ലെങ്കിൽ ഫീലേഴ്സായിട്ട് തൊട്ട് നോക്കാനുമാണ്. അപ്പോൾ ഈ 2 പരിപാടിയും തുമ്പിക്കില്ല. അത് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്, തൊട്ട് നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിന ഉണ്ട് അവർക്ക്, പക്ഷേ വളരെ ചെറുതായിരിക്കും. ചെറിയ ആൻറ്റിന നമ്മൾ പിടിച്ചിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ ആൻറ്റിനെ കാണുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കുഴിയാന വളർന്നുണ്ടാവുന്ന തുമ്പി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സൂചിത്തുമ്പിയെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീണ്ട ആൻറ്റിനെ കാണാം. സ്പർശിനികൾ എന്ന് പറയാം മലയാളത്തിൽ. അപ്പോൾ തലയുടെ മേലെ 2 വലിയ ആൻറ്റിനെ കാണാം. അത് ശരിക്കും തുമ്പിയല്ല, അത് കുഴിയാന വളർന്നുണ്ടാവുന്ന പ്രാണിയാണ് കുഴിയാനപ്രാണി. തുമ്പി വർഗത്തിലല്ല വീട്. ന്യൂറോപ്റ്റീറ എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് അവർ വരുന്നത്, ഒഡോണേറ്റിലല്ല വരുന്നത്. ഈ കുഴിയാനത്തുമ്പി എന്നുള്ള പേര് പറയാറുണ്ട്. അത് കുറച്ച് ഡ്രൈ ഉള്ള മണ്ണുള്ളിടത്താണ്, അതുകൊണ്ടാണ് ആ കുഴി ഉണ്ടാക്കി അതിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിനെ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ ചിറക് വെക്കുന്ന രീതിയും നമുക്ക് തിരിച്ചറിയാം. വേറൊന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ട്യൂബ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മോത്സ് വരൂലേ, അതിൻ്റെ കൂട്ടത്തിൽ ആരും കൂടി വരും. ലേസ്വിങ് വരുന്നുണ്ട്, ലേസ്വിങ് തന്നെയാണ്. അപ്പം ഈ സാധനം അതിൻ്റെ ഒന്നിച്ച് വരും. കുഴിയാനത്തുമ്പി എന്ന് പറയുന്നുള്ള സാധനം രാത്രി കാലത്ത് നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വരും. അതല്ലാതെ രാത്രി നമ്മളെ വീട്ടിൽ വരുന്ന വേറെ സാധനമുണ്ട്. ഈ നേരത്തെ ഈ പറന്ന് നടക്കുന്ന പറയുമ്പോൾ രാത്രി വന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന തുമ്പീനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്തുകൊണ്ട് അല്ലേ, ഒരു പ്രാവശ്യം ഒരു കുട്ടി ചോദിച്ചതാണ് എന്തുകൊണ്ട് ഈ സൂചി രാത്രി വീട്ടിൽ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പം സൗണ്ട് ഉണ്ടാക്കുന്നുള്ളത് ഈ ലൈറ്റിലേക്ക്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ ഉത്തരം ഇതാണ്, നിൻ്റെ വീട്ടിലുള്ള മാറാലയൊന്നും നീ അടിച്ച് വൃത്തിയാക്കാറില്ല. കാരണം ഈ സാധനം വീട്ടിനുള്ളിലേക്ക് കയറി വരും, ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കയറി വന്ന സാധനം ഈ ട്യൂബ് ലൈറ്റിൻ്റെ അടുത്തൊക്കെ മിക്കവാറും എല്ലായിടത്തും മാറാലയായിരിക്കും. ആദ്യം വന്ന് കുടുങ്ങുന്നുള്ള ഏതിലേക്കാണ്? ഈ മാറാലയിലേക്കാണ്. പിന്നെ ഈ മാറാല കുടുങ്ങിയ തുമ്പിയുടെ വെപ്രാളമാണ് നമ്മൾ ഈ
സൗണ്ടായിട്ട് ഇങ്ങനെ ഭയങ്കര കലാന്ന് പറഞ്ഞിട്ട് നമുക്ക് സൗണ്ട് കേൾക്കും. ഇത് ആ വിങ്സ് മറ്റേ ട്യൂബ് ലൈറ്റിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, അതാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നുള്ളത്. അപ്പം അന്ന് ആ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞത് ഇതായിരുന്നു, മാറാല നിങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കലകല സൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ തുമ്പി വന്നിട്ട് കൂളായിട്ട് എന്ത് ചെയ്യും, തിന്നിട്ട് പുറത്തിറങ്ങിപ്പോകും. ലൈസ്വിങ്ങിനെയും നിങ്ങളുടെ ന്യൂറോപ്പീറ കുഴിയാന തുമ്പീനെയും നിങ്ങൾക്ക് ഇതേപോലെ രാത്രി കാണാൻ പറ്റും. കൂടുതൽ ചോദ്യങ്ങളില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഥയിലും അതുപോലെ സാഹിത്യത്തിലും കലാരൂപങ്ങളിലൊക്കെ കണ്ടു പരിചയമുള്ള തുമ്പികളെ കുറച്ച് ശാസ്ത്രീയമായിട്ട് നമുക്ക് വിവരിച്ച് തന്ന ശ്രീ വിവേകിനും ശ്രീ മുഹമ്മദ് ഹനീഫിനും നന്ദി പറയുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം കൂടിയ നിങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.